എൻ്റെ പേര് മരിയറ്റ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 2-ാം തീയതി ആണ്, 2024. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ നിയോഗം എന്ന് പറയുന്നത്, ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. എനിക്ക് മാസ്റ്റേഴ്സ് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ മാസ്റ്റേഴ്സ് പുറത്ത് പഠിക്കാൻ ഓസ്ട്രേലിയക്ക് പോകാൻ ഭയങ്കര പാടാണ്, ഒരുപാട് പൈസ ചിലവുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ എനിക്ക് ഓസ്ട്രേലിയക്ക് പോകണം, അവിടെ പോയി പഠിക്കണം, അവിടെ ജോലി കിട്ടണം, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തൊക്കെ അപ്പടി റിജക്ഷനായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റീസൊക്കെ എന്നെ റിജക്റ്റ് ചെയ്തു. എനിക്ക് അപ്പടി സങ്കടമായി. പക്ഷേ എന്നാലും മാതാവ് എനിക്ക് നല്ലൊരു സാലറിയോട് കൂടി അപ്പോൾ എനിക്ക് ജോലി തന്ന് അനുഗ്രഹിച്ചു. നല്ല സ്ഥാപനത്തിൽ എനിക്ക് പറ്റിയൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് തന്ന് മാതാവ് എന്നെ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ആദ്യത്തെ ജോലിക്ക് ഇൻ്റർവ്യൂ സമയത്തൊക്കെ ഞാൻ ഉപ്പ് കഴിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി. പിന്നെ ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ഹോളി ഓയിൽ വെച്ച്. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ഓസ്ട്രേലിയ പോക്കൊക്കെ ഞാൻ വീണ്ടും തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് എൻ്റെ ഏജൻസിയൊക്കെ മാറി. ഞാൻ വീണ്ടും രണ്ടാമത് എൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഹോളി ഓയിൽ നെറ്റിയിൽ കുരിശ് വരച്ചൊക്കെയാണ് ഞാൻ എൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഞാനങ്ങനെ എൻ്റെ ഏജൻസിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. അവരൊരു ട്യൂസ്ഡേ എൻ്റെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു. നെക്സ്റ്റ് ട്യൂസ്ഡേ ആയപ്പോഴേക്കും എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഞാൻ ആകെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഒരു കോഴ്സിനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സാധാരണ ഒരു കോഴ്സിന് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറേ യൂണിവേഴ്സിറ്റിയും കോഴ്സും മാറി മാറി വെക്കണമായിരുന്നു. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ സമയം ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് ആകെ ഒരു യൂണിവേഴ്സിറ്റിയും ഒരു കോഴ്സ് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തപ്പോൾ നേർച്ച വസ്തുവായ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ എൻ്റെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ആക്കിയത്. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നെക്സ്റ്റ് ടാസ്ക് ആയിരുന്നു ലോൺ സാങ്ഷൻ ആവേണ്ട, എഡ്യൂക്കേഷൻ ലോൺ. അപ്പം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് പോയപ്പോഴും ഞാനിവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എപ്പോഴും ഉടമ്പടി കാശ് രൂപവും ഉപ്പും ഹോളി ഓയിലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ബാങ്ക് മാനേജറിനോട് സംസാരിക്കുമ്പോഴോട്ടെ ലോണിൻ്റെ ഏത് കാര്യത്തിന് പോകുമ്പോഴും ഞാനൊരു ഉപ്പ് ക്യാരി ചെയ്തുകൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതും എനിക്ക് ഒരുപാട് ഒരു തടസ്സവും ഇല്ലാണ്ട് എനിക്ക് അതും ദിവസങ്ങൾക്കുള്ളിൽ എൻ്റെ ലോണും സാങ്ഷനായി എനിക്ക് കിട്ടി. അത് ഞാൻ വെച്ചതിലും കൂടുതലാണ് എനിക്ക് ലോൺ കിട്ടിയതും. പിന്നെ അങ്ങനെ കുറച്ച് പോയി 9th ട്യൂസ്ഡേ ഒക്കെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ വിസയ്ക്ക് വെച്ചു. ജൂൺ 3-ാം തീയതിയാണ് എൻ്റെ വിസയ്ക്ക് വെച്ചത്. വിസയ്ക്ക് വെച്ചു. ഞാൻ ഉച്ചയ്ക്ക് ഒരു 1:48 എൻ്റെ വിസയ്ക്ക് വെച്ചു. 1:49 ആയപ്പോൾ എനിക്കെൻ്റെ വിസ അടിച്ച് കിട്ടി. എനിക്കിത് ഭയങ്കര അത്ഭുതമായിരുന്നു. 1 മിനിറ്റിനുള്ളിൽ എനിക്കെൻ്റെ വിസ അടിച്ച് കിട്ടിയത്. എൻ്റെ ഏത് കാര്യത്തിനായാലും ഞാൻ എൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിരുന്നു. ഞാൻ എപ്പോഴും എവിടെ പോയാലും ഞാൻ മാതാവിൻ്റെ കാശുരൂപവും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയിട്ടുള്ളത്. പിന്നെ അങ്ങനെ എനിക്ക് ജൂൺ 3-ാം തീയതി എനിക്കെൻ്റെ വിസ ലഭിച്ചു. ഞാൻ ഈ ജൂലൈ 10-ാം തീയതി ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മാതാവ് സാധിച്ചു തന്നത്. പിന്നെ എനിക്ക് സാമ്പത്തികപരമായാലും ഓസ്ട്രേലിയക്ക് ഒരുപാട് പൈസ ചിലവുണ്ട്. എനിക്ക് ലോണിൽ നിന്ന് ഒരുപാട് പൈസ വിഡ്രോ ചെയ്യാതെ തന്നെ എനിക്ക് എൻ്റെ അമ്മാവന്മാരാണേലും എൻ്റെ കസിൻസ് ആണേലും ഒക്കെ പലരും വഴി എനിക്ക് സാമ്പത്തികപരമായി ഒരുപാട് സഹായം കിട്ടി. പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ പാവപ്പെട്ടവരെ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം വിതരണം ചെയ്യും. ഞാൻ എൻ്റെ ബസ്സിൽ പോകുമ്പം എൻ്റെ ബസ്സിൽ സ്റ്റാൻഡിൽ ഒക്കെ മാതാവിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ കൃപാസനത്തെ പറ്റിയും എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റിയും പറഞ്ഞ് ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. കുറേ പേരൊക്കെ ഇത് വേണ്ടാന്ന് പറയും, എന്നാലും ഞാൻ എൻ്റെ പത്രമെല്ലാം ഞാൻ കൊടുക്കും. മാതാവിന് ഞാൻ എല്ലാ ശനിയാഴ്ചയും ഞാൻ മാതാവിന് ബൊക്ക വയ്ക്കും. എനിക്ക് മാതാവിന് ബൊക്ക വയ്ക്കുന്ന ഇഷ്ടമാണ്. ഞാൻ ഒന്നുകിൽ വാങ്ങി വെക്കും, ഇല്ല ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കും. പിന്നെ ഞാൻ അരമണിക്കൂർ എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ബൈബിൾ വായിക്കുമെന്നും. പിന്നെ ഞാൻ എന്നും രാവിലെ പള്ളിയിൽ പോവും. ഞാൻ കൊയറിലുണ്ടായിരുന്നു, അതുകൊണ്ട് എന്നും പള്ളിയിൽ പോവും. എനിക്ക് പേഴ്സണലായിട്ടുള്ള ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ഞാൻ എന്നും മുടക്കാതെ ചെല്ലും. ഞാൻ കൊന്ത ചെല്ലും. സന്ധ്യാപ്രാർത്ഥന കൂടാതെ തന്നെ ഞാനെന്നും കൊന്ത ചെല്ലും. എനിക്ക് മാതാവിനോടും ഈശോയോടും ഒക്കെ ഒരു ഉടമ്പടിക്ക് ശേഷം ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ അത്രയും പ്രാർത്ഥിക്കില്ലെങ്കിലും ഉടമ്പടിക്ക് ശേഷം എൻ്റെ ആത്മീയ വളർച്ചയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു: ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവു പോലെ അവൻ വേരുറപ്പിക്കും. അവൻ്റെ ശാഖകൾ പടർന്നു പന്തലിക്കും. അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. മരിയറ്റിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഈശോ നൽകിയ വളരെ നല്ല മനോഹരമായ ഒരു സന്ദേശമാണിത്. താൻ എവിടെയെല്ലാം ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവരെ ലെബനോനെ പോലെ, ഇതെല്ലാം ഇസ്രായേൽ നാട്ടിലുള്ള മനോഹരമായ മരങ്ങളാണ്. വളരെ പേരുകേട്ട മരങ്ങളാണ്. ആഴത്തിൽ വേരുറയ്ക്കുന്നതും ഉയരത്തിൽ വളരുന്നതുമായ മൗണ്ടൻ ഏരിയയിൽ വളരുന്ന മരങ്ങളാണിതെല്ലാം. ഒലിവ് പോലെ പൂക്കുന്നതും ലെബനോൻ പോലെ പുഷ്പിക്കുന്നതുമൊക്കെ നല്ല ശാഖകൾ പടർന്ന് പന്തലിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വൃക്ഷങ്ങളെക്കുറിച്ചാണിത് പറയുന്നത്. നാം ഓരോരുത്തരെയും ഈശോ വളരെ കരുതലോടുകൂടി പടർന്നു പന്തലിക്കാൻ, ഒരു പൂപ്പന്തലാകാനൊക്കെ ഈശോ നമ്മെ മാടി വിളിച്ച് പ്രത്യേകം സ്നേഹിക്കുന്ന ഒരു വലിയ മെസ്സേജാണ് ഈ മകൾക്ക് കിട്ടിയിരിക്കുന്നത്. താൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. അത് കഴിഞ്ഞൊരു മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി ഓസ്ട്രേലിയൻ കോഴ്സ് ആഗ്രഹിച്ചു. വളരെ പെട്ടെന്നാണ് ഉടമ്പടിയിലൂടെ മകൾക്ക് എല്ലാ കാര്യങ്ങളും സാങ്ഷനായി കിട്ടുന്നത്. എല്ലാം ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഈ സഹോദരിക്ക് യൂണിവേഴ്സിറ്റി കോഴ്സിന് വേണ്ടിയുള്ള സാങ്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഓഫർ ലെറ്റർ ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടി. എഡ്യൂക്കേഷൻ ലോൺ വളരെ പെട്ടെന്ന് കിട്ടി. അത് കഴിഞ്ഞ് ഈ മകൾക്ക് വിസ 1 മിനിറ്റിനുള്ളിലാണ് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ സഹോദരിക്ക് വിസ അടിച്ചു കിട്ടി. എത്രത്തോളം ഉടമ്പടിയിൽ വിശ്വസ്തയാണോ, എത്രത്തോളം പരിശുദ്ധ അമ്മയെ ഈശോയെ സ്നേഹിക്കുന്നുവോ, എനിക്ക് തോന്നുന്നു മരിയറ്റ് വളരെയധികം അടിച്ചു മാറ്റിയ അനുഗ്രഹങ്ങളാണിത്. കാരണം എല്ലാ ശനിയാഴ്ചയും മരിയറ്റ് അവിടെ സാക്ഷി സ്വീകരിക്കുന്ന സമയത്ത് പറഞ്ഞ് വിശേഷവിധിയായിട്ട് എന്താണ് ചെയ്യുന്നത് ഓർത്തെടുത്തിട്ട് മകൾ പറയുകയായിരുന്നു, ഞാൻ എല്ലാ ശനിയാഴ്ചയും പരിശുദ്ധ അമ്മയ്ക്ക് ഞാനൊരു ബൊക്കെ കൊടുക്കാറുണ്ട്. ഞാൻ വിചാരിച്ചു അത് വല്ല സ്പിരിച്വൽ ബൊക്കെയായിരിക്കും, എന്തെങ്കിലും ജപമാല ചെല്ലുന്നതോ, അതൊക്കെ ആൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പൂക്കൾ കൊണ്ട് തന്നെ പലപ്പോഴും ഒരു ബൊക്കെ ഒന്നുകിൽ ഉണ്ടാക്കി വയ്ക്കും, അല്ലെങ്കിൽ ഞാനത് മേടിച്ച് വയ്ക്കും. അങ്ങനെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ നാം പൂക്കൾ കൊടുക്കുന്ന എപ്പോഴും സ്നേഹത്തിൻ്റെ പ്രകടനമാണല്ലോ. മരിയറ്റ് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള നാമം കൊണ്ട് തന്നെ വളരെ സ്നേഹിക്കപ്പെട്ടതും വളരെ കരുതലോടെ സ്നേഹിച്ച പരിശുദ്ധ അമ്മ, രണ്ടുപേർക്കും ഒരു വളരെ ഫീലിയൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്നാണ് ഈ സാക്ഷ്യത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഒരാളെയും ഈശോ കൈവിടുന്നില്ല. ഈ മകളെ വളരെ ഉയരത്തിലെത്തിക്കാൻ പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ചതിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഉടമ്പടിയിലായിരിക്കാനും ഏത് നാട്ടിലായാലും പ്രവാസിയായാലും ഈശോയുടെ നാമം പ്രകീർത്തിക്കാനും ദൈവനാമം മഹത്വപ്പെടുത്താനുള്ള കൃപ നൽകണമേ. ഇതുപോലെ പഠിക്കാനും വിദേശങ്ങളിൽ പോകാനും തത്രപ്പെടുന്ന എല്ലാ മക്കളെയും ഈ നിയോഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും മരിയറ്റിൻ്റെ സാക്ഷ്യം സമർപ്പിച്ച് ഒരു വലിയ കയ്യടി നൽകി സാക്ഷ്യം സമർപ്പിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സുമി. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പിറവത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 15 ജനുവരി 2024 എനിക്ക് കിട്ടിയ കൃപകൾക്ക്
നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മയുടെ തിരുക്കുമാരൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ എനിക്ക് കിട്ടിയ സാക്ഷ്യമാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇതെൻ്റെ മോനാണ്, ജോയൽ ജോണി. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇറ്റലിയിലാണ്. ഞാൻ മോന് വേണ്ടിയിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ വെച്ചു. എൻ്റെ വീട്ടുകാരുടെ സഹായത്തോടു കൂടി അവിടെ വെച്ച് കുറേ കഷ്ടപ്പാടുകളുണ്ടായെങ്കിലും അത് വിസ അവിടുത്തെ ശരിയായി കിട്ടുകയും ഇവിടെ വന്ന് കൊടുക്കുകയും ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മച്ചി മരിച്ചു പോവുകയും പിന്നീട് വേറൊരു ജോലിക്ക് കയറേണ്ടതായി വരികയും ചെയ്തു. അപ്പോൾ എൻ്റെ പേപ്പർ അവരുടെ ആദ്യത്തെ ജോലി ചെയ്തിരുന്ന വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അവരെന്നോട് അവിടുത്തെ റെസിഡൻസ് കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ അവരോട് കേണപേക്ഷിച്ചു. എൻ്റെ മോൻ്റെ പേപ്പർ ശരിയാക്കിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അവരതിന് സമ്മതിച്ചില്ല. എന്നാൽ ഞാൻ ജോലി നോക്കുന്ന സ്ഥലത്ത് എൻ്റെ മോനെ നിർത്തുവാൻ അവർക്ക് സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ റെസിഡൻസ് കിട്ടുവാനും സാധിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ റെസിഡൻസ് അവിടെ വെച്ച് കട്ട് ചെയ്തു. പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു നാളെ തന്നെ അപ്പോയിൻമെൻറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ റെസിഡൻസ് ഇന്ന പോലെയാണ്, വേറെ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇനി വേറെ ഇത് 1 മുതൽ വീണ്ടും തുടങ്ങണം, അവൻ്റെ വേറെ റെസിഡൻസ് ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അത് 1 മാസത്തിനുള്ളിൽ തന്നെ അവിടെ പേപ്പറുകൾ കൊടുക്കണമെന്നും പറഞ്ഞു. ഞാൻ ആകെ നിസ്സഹായാവസ്ഥയിലായി, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നു. അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നെ കൈയൊഴിഞ്ഞു. ഞാൻ എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും ഇറ്റാലിയനിലുള്ള എല്ലാവരോടും ചോദിച്ചു, എങ്കിലും ഒരു വീട് പോലും നമുക്കൊന്ന് തരപ്പെടുത്തി കിട്ടാനായിട്ട് നമുക്ക് സാധിച്ചില്ല. ഒരു റെസിഡൻസിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഞാൻ മാതാവിനോട് ഞാൻ ഇവിടെ നിന്നും പോയപ്പോൾ എൻ്റെ അടുത്തുള്ള ചേച്ചിയുടെ കയ്യിൽ നിന്നും ഉടമ്പടി പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച ഉപവാസവും ഉറക്കമില്ല, കണ്ണുനീര് മാത്രമായി എൻ്റേത്. അവസാനം ഞാൻ അമ്മയ്ക്ക് ഒരു ലെറ്റർ എഴുതി വെച്ചു. അമ്മേ, എനിക്കിനി മുമ്പിൽ വേറൊരു ഓപ്ഷനും ഇല്ല. ഒന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ പേപ്പർ ശരിയാക്കി തരണം, അല്ലെങ്കിൽ ഞാൻ പേപ്പറില്ലാതെ ഇവനെ ഇവിടെ നിന്നും വിടണം. ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ഞാൻ ഇവനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനി തിരിച്ചു വിടുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് അമ്മ ഇടപെട്ട് എനിക്കിത് സാധ്യമാക്കി തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വഴി എന്നോട് പറഞ്ഞു, ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കാം, കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് അവരുടെ ഡോക്യുമെൻ്റ് വെച്ചിട്ട് ഞങ്ങളൊരു ഓഫീസിൽ പോയി. അവിടെ വെച്ച് അവിടുത്തെ അവർ എടുത്തിരിക്കുന്നത് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വീടാണ്. അവരുടെ ഓണർ അറിയാതെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഓണറിൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുത്തില്ല, കാരണം അവരോട് പറയാതെ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ പേപ്പറുകളെല്ലാം സമർപ്പിച്ചു. പിറ്റേ ദിവസം അവിടുത്തെ ഓഫീസർ വിളിച്ചു, ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഒന്ന് നീക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഓഫീസർ ഉണ്ടായിരുന്നില്ല. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പേപ്പർ ശരിയായോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതുവരെയൊന്നും ആയിട്ടില്ല, നിങ്ങളോട് വരാൻ പറഞ്ഞത് പേപ്പർ ശരിയായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പേപ്പർ ശരിയായില്ല. പിറ്റേ ദിവസവും എൻ്റെ ഫ്രണ്ട് പോയി അവിടെ അന്വേഷിച്ചപ്പോൾ ആ ഓഫീസർ അവധിയായിരുന്നു. പിന്നീട് ഞങ്ങൾ പറഞ്ഞു, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 6 മാസത്തേക്ക് നമുക്ക് അവിടെ പേപ്പർ വയ്ക്കാനുള്ള ഓപ്ഷനില്ല. അതുകൊണ്ട് മാതാവിനോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ നീ എന്നിൽ കനിയണം, ഇല്ലെങ്കിൽ എനിക്ക് ഇവനെ ഇവിടെ നിന്നും പറഞ്ഞു വിടേണ്ടതായി വരും. അപ്പോൾ പിന്നീട് ഒരു ദിവസം തിങ്കളാഴ്ച ആ മാഡം വിളിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേപ്പർ ശരിയായിരിക്കുകയാണ്, നാളെ രാവിലെ വന്ന് നിങ്ങൾ കൈപ്പറ്റിക്കോളാൻ പറഞ്ഞു. അത് മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ്. കാരണം ആ മാഡം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് കിട്ടുകയില്ലായിരുന്നു. ആരോ അവിടെ അത് ചെയ്തു വെച്ച് എൻ്റെ പേപ്പർ ഡോക്യുമെൻ്റ് എല്ലാം ശരിയാക്കി എനിക്കത് സാധ്യമാക്കി തന്നു. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം പടിപടിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് എൻ്റെ ഫിംഗറിന് പേപ്പർ വെച്ചു, ഫിംഗറിന് വെച്ചു. ഫിംഗർ 3 മാസം കഴിഞ്ഞാണ് ഫിംഗർ കിട്ടുന്നത്.
അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഇനി വേറൊരു ഡോക്യുമെൻ്റ് എന്നോട് ചോദിക്കരുത്, എൻ്റെ കയ്യിൽ തരാൻ ഇനി എനിക്കൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ ഡോക്യുമെൻ്റ് മാത്രമേ എന്നോട് ചോദിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. മൂന്നാമത്തെ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അവനെ വിളിച്ചു, ഫിംഗർ നടത്തി. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു പേപ്പർ പോലും ചോദിക്കാതെ അവൻ്റെ പേപ്പർ വർക്കുകളെല്ലാം സാധ്യമാക്കി തന്ന് അവൻ്റെ വിസ 1 മാസത്തിനുള്ളിൽ അപ്രതീക്ഷിതമായി തന്നെ, ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് ഏപ്രിൽ 5-ാം തീയതിക്ക് മുമ്പായി അവൻ്റെ വിസ എനിക്ക് ശരിയാക്കി തരണം എന്ന് പ്രാർത്ഥിച്ച ഏപ്രിൽ 4-ാം തീയതി വിസ ശരിയായി ശരിയായി കിട്ടുകയും ചെയ്തു. പിന്നീടുള്ള വീണ്ടും അവൻ നേഴ്സിങ്ങിന് അപ്ലൈ ചെയ്തു. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചപ്പോൾ ബാക്കിയുള്ള റെസിഡൻസുകളും ഡോക്ടറുടെ കാർഡും അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം വേണ്ടിയിരുന്നു. അപ്പോൾ അത് വീണ്ടും എടുക്കണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് സ്പിഡ് എടുക്കണം. അതിന് വേണമെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ, അതിന് സ്കോളർഷിപ്പ് കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് വളരെയധികം പ്രയാസപ്പെട്ടു. ഓരോ ഓഫീസേഴ്സിലും കയറി ഇറങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, ഇവന് വേണ്ടി മാത്രമാണ് 3 പ്രാവശ്യം അവൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഇതിനു വേണ്ടിയിട്ട് ഡേറ്റ് യൂണിവേഴ്സിറ്റി മാറ്റി വെച്ചു എന്നുള്ളതാണ്. അതനുസരിച്ച് ആ സമയത്തിനനുസരിച്ച് ആ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുവാനും അതിന് സ്കോളർഷിപ്പ് കിട്ടുവാനും സാധിച്ചു. അങ്ങനെ അവൻ്റെ നേഴ്സിംഗ് പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-ാമത്തെ വർഷമാണ്. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമേ എന്ന് മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്ന് പരിശുദ്ധ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുള്ള കൃപ നൽകിയതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി സ്തുതി പറയുന്നു. പിന്നീട് കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത്, എനിക്ക് അവിടെ പരിമിതമായ കാരുണ്യപ്രവർത്തികളാണ് ചെയ്യാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസപരമായിട്ടാണേലും ശാരീരികമായിട്ടാണേലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. പിന്നീട് എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോകാനുള്ള കൃപ, ഞാൻ മാതാവിനോട് ജോലിക്ക് കയറിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്ക് പള്ളിയിൽ പോകാനുള്ള കൃപ എനിക്ക് തരണം. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി. ഓടിപ്പോയി പ്രാർത്ഥിക്കാനുള്ള കൃപ ദൈവം എനിക്ക് അനുവദിച്ചു തന്നു. പള്ളിയിൽ പോകാനുള്ള കൃപ എനിക്ക് തന്നു. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. വിശുദ്ധ പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ്. ഈശോയുടെ ഒരു വാഗ്ദാനമാണ്. ഈശോ നമ്മുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധാലുവാണ്. ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നവരുടെ കാര്യത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള ശ്രദ്ധ പരിശുദ്ധ അമ്മ എപ്പോഴും ഈശോയെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സുമിമോൾ തൻ്റെ മകനു വേണ്ടിയാണ് സാക്ഷ്യം പറഞ്ഞത്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ അമ്മയോട് ആഴമായ സ്നേഹവും ഭക്തിയും ഉണ്ടായിരുന്ന ഈ അമ്മ തൻ്റെ മകൻ്റെ ഒരു പ്രവാസ ജീവിതത്തിന് വേണ്ടിയുള്ള വലിയൊരു പ്രാർത്ഥനയായിരുന്നു. സുമി ഒരു കെയർ ടേക്കറായി ഇറ്റലിയിൽ ജോലി ചെയ്യുമ്പോൾ തൻ്റെ മകനു കൂടി വിസ ലഭിച്ച് അവിടെ പഠിക്കണം, നഴ്സിംഗ് പഠിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നതും ഇവിടെ വരുന്നതും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നതും. ഒരു പ്രവാസിക്ക് വേണ്ടി പരിശുദ്ധ അമ്മ വളരെ ശക്തമായി മധ്യസ്ഥം അപേക്ഷിക്കുമെന്ന് നമുക്കറിയാം. കാരണം നാം ഏതെല്ലാം കാര്യങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധ അമ്മ ഒരു പ്രവാസിയായിരുന്ന കാലത്ത് ഈജിപ്തിലേക്ക് ഈശോയെയും കൊണ്ട് ഓടിപ്പോകേണ്ട കാലത്ത് പരിശുദ്ധ അമ്മ നേരിട്ട എല്ലാ പ്രശ്നങ്ങളെയും അമ്മയ്ക്കറിയാം. അതുകൊണ്ട് നാം കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ എന്നെ കാണണമേ എന്ന് പറയുമ്പോൾ തന്നെ അമ്മ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യപരിപാടികളും ഏറ്റെടുത്ത് ചെയ്യുമെന്ന് അമ്മയ്ക്കും ഈശോയ്ക്കും ഉറപ്പുണ്ട്. പക്ഷേ നമുക്കൊന്നു മാത്രമാണ് ആവശ്യമുള്ളത്, ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുന്നവരോടുകൂടെ വിസ്മയിപ്പിക്കുന്ന വളരെ അത്ഭുതാവഹമായ അത്ഭുതങ്ങളാണ് നമുക്കിടയിൽ ഇന്ന് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്നത്. പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ മകൻ്റെ വിസ അവിടെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടി, മകൻ്റെ പഠനവും ജീവിത സൗകര്യങ്ങളും യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുവെന്ന് സഹോദരിയോട് പറയുകയുണ്ടായി. തനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ എല്ലാം തന്നെ പരിശുദ്ധ അമ്മ
ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധ അമ്മ വളരെ സമയച്ചുരുക്കത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു. ഈ അമ്മ പറയുന്നു, എൻ്റെ കയ്യിൽ ഈ ഫിംഗർ പ്രിൻ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല, ഇനി എന്നോടൊന്നും ചോദിക്കാൻ ഇനി അമ്മ ഇടയാക്കരുത് എന്നുള്ളൊരു പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയാണ്. വെയ്റ്റ് ലൈറ്റ്നിങ്ങിൻ്റെ ഒരു അമ്മയാണ്. നമ്മുടെ എത്ര ഭാരപ്പെട്ട കാര്യങ്ങളായാലും എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, എൻ്റെ അയോഗ്യതകളാണ് എനിക്കുള്ളത്, പരിശുദ്ധ അമ്മ ഇടപെടുകയാണ്. നമ്മുടെ ഇടയിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ കൊച്ചു കാര്യങ്ങൾ പോലും വളരെ മെറ്റിക്കുലസായി വളരെ കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്തു തരുന്ന ഒരമ്മയെ നമുക്ക് എവിടെയും കാണാനില്ല. മോശ പാടുന്നത് പോലെ, ചെങ്കടൽ വിഭജിച്ചതിന് ശേഷം മോശ വളരെ ആഹ്ലാദത്തോട് കൂടി പാടുന്നുണ്ട്, ഇതുപോലെ വേറൊരു ദൈവമില്ല, ദൈവമുണ്ടോ, ഇതുപോലെ വേറൊരു ജനതയുണ്ടോ, നമ്മെപ്പോലെ കൃപാസനത്തിൽ എത്തിച്ചേരാൻ ഭാഗ്യപ്പെട്ട വേറൊരു ജനതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഈ മകൾക്കും മകനും വേണ്ടി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം സമർപ്പിക്കാം. എൻ്റെ പേര് ജെൻസി ആൻ്റണി. ഞാൻ എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ വരുന്നത് 2023 വരാൻ കാരണം എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് 3 പ്രാവശ്യമായിട്ടും പൊട്ടിപ്പോയ ഡ്രൈവിംഗ് ലൈസൻസ് എൻ്റെ അമ്മിച്ച് പറഞ്ഞ് ഈ കൃപാസനത്തിൽ നീ വന്ന് ഒരു ഉടമ്പടി എടുത്ത് നോക്ക്, അപ്പം ചിലപ്പം മാതാവ് സാധിച്ചു തരും. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 2023 ഉടമ്പടി എടുത്ത് പിറ്റത്തെ ആഴ്ച തന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അത് മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമത്തെ അനുഗ്രഹം, ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ ഈശോനോടൊരു ആഗ്രഹം പറയുമായിരുന്നു, എനിക്കൊരു കാറ് വേണം. 6 വർഷത്തോളമായി ആഗ്രഹം ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കണത്. സെപ്റ്റംബർ 27 ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ 2 സഹോദരിമാരിക്കും വണ്ടിയുണ്ട്. ഞാൻ എവിടെ പോയാലും 5000 രൂപ 6000 രൂപ മുടക്കിയാണ് അവരുടെ ഒപ്പം യാത്ര ചെയ്യുന്നത്, വേറെ വണ്ടി വിളിച്ച്. അപ്പം ഞാൻ ആഗ്രഹം എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 27 ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. ഡിസംബർ 30 എനിക്ക് ഈശോ ഒരു 14 ലക്ഷം രൂപയുടെ നല്ലൊരു പുത്തൻ വണ്ടി തന്ന് അനുഗ്രഹിച്ചു. അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അത് ദൈവം നടത്തി തന്നു. പിന്നെ 3ാമത്തെ സാക്ഷ്യം, ഞാൻ ഇവിടെ വന്ന് അന്ന് തന്നെ സെപ്റ്റംബർ 27 തന്നെ വന്ന് പോകുമ്പോൾ എൻ്റെ മകന് ഭയങ്കര തലവേദനയാണ്. അങ്ങനെ ഞാൻ ആ പോണ വഴിയിൽ തന്നെ അവിടെ ഒരു ഡോക്ടർ ഉണ്ട്, വീടെടുക്കാറാവുമ്പോൾ. ആ ഡോക്ടറെ കാണിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ്, എടി നിൻ്റെ എൻ്റെ ചുണ്ടത്ത് ഒരു പാണ്ട് പോലെ തുടക്കമുണ്ടല്ല, അത് എത്രയും പെട്ടെന്ന് കാണിക്കണം, നീ വീട്ടിൽ ചെന്ന് ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞ്. ഞാൻ വീട്ടിൽ ചെന്ന് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞ് മരുന്ന് കഴിക്ക്, ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ്. ഞാൻ ആകെ വിഷമിച്ചു. 2.5 മാസത്തോളം ഞാൻ ആ ഹോമിയോ മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ അത് സ്പ്രെഡ് ആവാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മൂത്ത മകൻ പറഞ്ഞ്, അമ്മ വേറെ എവിടെയെങ്കിലും കാണിക്കുക, ആയുർവേദം ഒന്ന് കാണിച്ച് നോക്കാൻ പറഞ്ഞ്. അങ്ങനെ ആയുർവേദത്തിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണം മരുന്ന് നിർത്തിക്കോ, അത് കഴിക്കണ്ട, നിർത്തിയിട്ട് നോക്കുമെന്ന് പറഞ്ഞ്. ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ മുതൽ, ആദ്യമായി ഞാൻ കണ്ട ഡോക്ടർ പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ഈശോൻ്റെ ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പും ഞാൻ അന്ന് തുടങ്ങി ഉള്ളിൽ കഴിക്കുമായിരുന്നു, ചുണ്ടത്ത് പെരട്ടുമായിരുന്നു. മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ച് കരഞ്ഞ്. അത് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കൊടുങ്ങല്ലൂർ ഒരു ഡോക്ടറുണ്ട്, ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഈ മരുന്ന് എന്താണെന്ന് പറഞ്ഞില്ല, ചുണ്ടത്ത് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം പറഞ്ഞുള്ളൂ. അങ്ങനെ ഞാനൊരു 10 ദിവസം മരുന്ന് കഴിച്ച്, അപ്പോഴും കുറവില്ല, ചുണ്ടത്ത് കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഞാൻ ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ആൾ എന്നോട് പറഞ്ഞ്, രവിപുരത്ത് ഒരു സ്കിന്നിന് ഡോക്ടർ ഉണ്ട്, അവിടെ ഒന്ന് കാണിച്ച് നോക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഈശോനോട് പറഞ്ഞു, ഞാനിനി ഒരു ഡോക്ടറെയും കാണിക്കൂല, എൻ്റെ ലാസ്റ്റത്തെ ഡോക്ടറാണ്. ഞാനവിടെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഈശോ ഇരിക്കണം ഡോക്ടറിന് പകരം അവിടെ ഇരിക്കേണ്ടത്, നേഴ്സിന് പകരം മാതാവായിരിക്കണം ആ പറ്റേലിരിക്കേണ്ടത്. എന്നോട് പറയണം ഇനി ഒരു കുഴപ്പവുമില്ല, പൂർണ്ണ സൗഖ്യം പ്രാപിച്ചെന്ന് പറയാൻ എൻ്റെ ഈശോ എനിക്ക് ഇടവരുത്തണമെന്ന് പറഞ്ഞ്. ഞാൻ അവിടെ കാശുരൂപമായിട്ടാണ് പോയത്. ഡോക്ടറെ അടുത്ത് കയറുന്നവരെ ഞാൻ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഇരുന്നേച്ചി. അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ് ഒരു കുഴപ്പവുമില്ല, പൂർണ്ണ സൗഖ്യം ഒരു കുഴപ്പമില്ല, പാണ്ടിൻ്റേതായ ഒരു ലക്ഷണവും ഇല്ല, കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞ്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഡോക്ടറെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്, ഡോക്ടറിൻ്റെ സ്ഥാനത്ത് ഈശോയായിരിക്കണേ, ഞാൻ ഡോക്ടറോട് പറഞ്ഞതാണ്. അപ്പോൾ ഡോക്ടർ ചിരിക്കണമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും കൂടി സംശയമുണ്ട്, ഡോക്ടർ ഒന്നും കൂടി നോക്കാൻ പറഞ്ഞ്. അങ്ങനെ ഡോക്ടർ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ടോർച്ച് അടിച്ച് നോക്കിയിട്ടും പറഞ്ഞ് ഇല്ല ഒരു കുഴപ്പമില്ല, വറീഡ് ആവണ്ട, ഒരു കുഴപ്പം കഴിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ മരുന്ന് നിർത്തിക്കോളാൻ പറഞ്ഞ്.
ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ എന്നെക്കൊണ്ടൊന്ന് പറ്റുന്ന സഹായങ്ങൾ സാമ്പത്തികമായിട്ട് പള്ളികളിലായാലും പിന്നെ ഭക്ഷണത്തിനായാലും കൊടുത്ത് സഹായിക്കാറുണ്ട്. കുടുംബ യൂണിറ്റിലായാലും ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പത്രം ഞാൻ പാറൂര് പിന്നെ ചെറായിൽ അങ്ങനെ വണ്ടിക്ക് ഞാൻ കൊണ്ടുനടന്ന് കൊടുക്കും. കുമ്പസാരം ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. കുർബാനയിൽ എന്നെക്കൊണ്ട് പറ്റണിടത്തോളം ഞാൻ പോകാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു തന്നെ എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി പറഞ്ഞോളുന്നു. ഇത് തന്നെയല്ല, ഒരുപാട് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ഈശോ എനിക്ക് എൻ്റെ കുടുംബത്തിന് ചെയ്തു തന്നിട്ടുണ്ട്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജെൻസി ആൻ്റണി നമ്മുടെ കൃപാസനത്തിൽ പരിശുദ്ധാമ്മയുടെയും ഈശോയുടെയും തിരുമുമ്പിൽ സമർപ്പിച്ച ഈ സാക്ഷ്യം നമ്മൾ കേട്ടു. ഈശോയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ അടിയുറച്ച ഒരു ബന്ധത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മുടെ മുൻപിലും പരിശുദ്ധാമ്മയുടെയും ഈശോയുടെയും മുമ്പിൽ ജെൻസി കാഴ്ചവെച്ചത്. ജെൻസിക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ പോലും ഈശോ സാധിച്ചു കൊടുക്കുന്നു എന്നതാണ് പറയാനുള്ളത്. അത് അവരുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ്. എന്ത് ഞാൻ മനസ്സിലാഗ്രഹിച്ചോ ഈശോ എനിക്കത് സാധിച്ചു തരുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അത്രയ്ക്ക് ആത്മാർത്ഥമായ ബന്ധം ഇവർക്ക് 2 പേർക്കും, ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ജെൻസിക്കുമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ സാക്ഷ്യം നമ്മുടെ മുൻപിൽ ഇപ്പോൾ പ്രകടമായിരിക്കുന്നത്. സാക്ഷ്യത്തിലായിട്ട് ജെൻസി പറയുന്നത്, 1 വർഷമായിട്ട് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നില്ല. പല പ്രാവശ്യം താൻ അറ്റംപ്റ്റ് ചെയ്തു, തോറ്റുപോയി. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യം, പരിശുദ്ധ അമ്മയെ കൂടെ കൊണ്ടുപോയി ഈശോയോട് പറഞ്ഞു, എൻ്റെ ഡ്രൈവിംഗ് നീ തന്നെ ചെയ്യണം. അങ്ങനെ ഈശോയും മാതാവും കൂടി കൊടുത്ത ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഡ്രൈവ് ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസ് ആൾക്ക് കിട്ടി. ഡ്രൈവിംഗ് ഇന്ന് നല്ലൊരു ഡ്രൈവറായി ആൾ അപ്രൂവ് ചെയ്തു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പിന്നെ വലിയൊരു മരുന്നോ ലേപനമോ അല്ല, ഈശോയുടെ ദൈവത്തിൻ്റെ വചനമാണ്. ചുണ്ടിലുണ്ടായിരുന്ന നിറം, വെളുത്ത നിറം, അത് ചില ഡോക്ടേഴ്സ് പറഞ്ഞത് പാണ്ടാണെന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു നിറാണെന്ന് പറഞ്ഞു. പല ഡോക്ടേഴ്സിനെയും മാറി മാറി കണ്ടു, പല ഹോമിയോപ്പതി എല്ലാ തരത്തിലുള്ള ഡോക്ടേഴ്സിനെയും സമീപിച്ചു. പക്ഷേ അവർക്കൊന്നും സൗഖ്യപ്പെടുത്താൻ സാധിച്ചില്ല. നമുക്കറിയാം, നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഒരു കളർ വന്നാലോ നിറം കുറഞ്ഞാലോ ഒക്കെയുള്ള നമ്മുടെ ഒരു വിഷമം നമുക്കറിയാം. പക്ഷേ ഈ സഹോദരിക്കുണ്ടായ ആ ഒരു വലിയ ആത്മവിശ്വാസം, എൻ്റെ ഈശോ എന്നെ സൗഖ്യപ്പെടുത്തും എന്ന് പറഞ്ഞു. പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ആൾക്കുണ്ടായ ആ ആത്മവിശ്വാസം മുഖത്തിന് നല്ല ഭംഗി നൽകുകയും സുന്ദരിയാക്കുകയും പിന്നെ ഈശോയെ അതുവഴി സാക്ഷ്യപ്പെടുത്താനും സാധിച്ചു. ആ അസുഖം അതോടുകൂടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം വഴിയായിട്ട് സൗഖ്യപ്പെടുകയും ചെയ്തു. പിന്നെ ഒരു ചെറിയ ആഗ്രഹമായിരുന്നു, എൻ്റെ സഹോദരിമാർക്കൊക്കെ കാറുണ്ട്, എനിക്കും ഒരു കാറ് വേണം. ഈശോ വളരെ ആ ഒരു ചെറിയ ആഗ്രഹം, എനിക്കെങ്ങനെ കാറ് കിട്ടുമെന്നുള്ളത് ഒന്നും ആൾക്ക് ഐഡിയ ഇല്ല. പക്ഷേ ആ ഒരു ചെറിയ ആഗ്രഹം ഈശോ സാധിച്ചു കൊടുത്തു. ആൾക്കൊരു നല്ല കാറ് കൊടുത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് കിട്ടിയാലും മതി എന്നായിരുന്നു ആളുടെ ആഗ്രഹം. പക്ഷെ നല്ലൊരു കാറ് നൽകി അവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. പിന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു, കുടുംബം നല്ല സന്തോഷത്തിലാണ്, മക്കളെയൊക്കെ നന്നായി വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞു. നല്ല കാര്യം. ഈശോയും മാതാവുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കത്തിൽ അവരുടെ കുടുംബം വളരെ നന്നായി മുന്നോട്ട് പോകുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. പിന്നെ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അനാഥാലയത്തിൽ പോകുന്നു. ആൾ പറഞ്ഞു, ജെൻസി പറയുന്നത്, ഞാൻ ഓരോ അനാഥാലയത്തിലെ മക്കളെയും കാണുമ്പോൾ ഈശോയെ കാണുന്നത് പോലെ കണ്ട് അവർക്കാണ് ഞാൻ ഭക്ഷണം കൊടുത്തത്, അവരെയാണ് ഞാൻ ശുശ്രൂഷിച്ചതെന്ന് പറയുന്നു. ഈശോയെയും മാതാവിനെയും നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ശുശ്രൂഷ കംപ്ലീറ്റ് ആവുകയില്ല. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന പോലെ എന്തൊക്കെയോ കൊടുത്തു, അല്ലെങ്കിൽ എന്തൊക്കെയോ നമ്മൾ ചെയ്തു, ഉടമ്പടിയുടെ ഭാഗമായി നമ്മൾ ചെയ്തു എന്നതിന് മാത്രമേ നമുക്ക് സാറ്റിസ്ഫൈ ആകാനാവൂ. പക്ഷേ ഇത് ഈശോയ്ക്ക് വേണ്ടി ചെയ്തു. ഈശോയായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പിന്നെ ഓരോ ഡോക്ടേഴ്സിനെ കാണുമ്പോഴും ഓരോ എക്സാമിനറിനെ കാണുമ്പോഴും ഈശോയായിരുന്നു ജെൻസി കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഈശോയെ കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഒരു ടോക്കിൽ ജോസഫ് അച്ഛൻ പറയായിരുന്നു, നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ മാതാവിൻ്റെ കരം പിടിച്ച് നമ്മൾ നടക്കുമ്പോൾ, ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് നടക്കുമ്പോൾ നമ്മുടെ ദിവസം തന്നെ എത്ര പെട്ടെന്ന് കടന്നു പോകുന്നു എന്ന് നമ്മളറിയില്ല. അത്രയ്ക്കും സന്തോഷത്തോടെ നമുക്ക് ആ ദിവസം കടന്നു പോകുന്നു പറഞ്ഞത് വളരെ സത്യമാണ്. ജോസഫ് അച്ഛൻ്റെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് ആ ഉടമ്പടി നിബന്ധനകളൊക്കെ പാലിച്ച് ഈശോയെ സ്വന്തമാക്കി ജീവിക്കുന്ന, പരിശുദ്ധാമ്മയെ സ്വന്തമാക്കി ജീവിക്കുന്ന ജെൻസിക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. നമുക്ക് ഈശോയ്ക്കും മാതാവിനും കൈയടിച്ച് ഈ സാക്ഷ്യത്തെ
നമുക്ക് പ്രഖ്യാപിക്കാം. എൻ്റെ കൃപാസന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജെഫി, ഭർത്താവിൻ്റെ പേര് നൈസൻ അഗസ്റ്റിൻ. ഞങ്ങൾ എടപ്പള്ളിയിൽ നിന്ന് വരുന്നു. 2019 ജനുവരി മാസം 31-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. വിവാഹം കഴിഞ്ഞ് 4 വർഷങ്ങളായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹശേഷം ആദ്യത്തെ 9 മാസം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നെങ്കിലും ആ സമയം ഞാൻ കൺസീവ് ആയില്ല. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് മറൈൻ എഞ്ചിനീയറാണ്. ജോലിയുടെ ആവശ്യവുമായി അദ്ദേഹം സെയിലിങ്ങിലായിരുന്നു. കോവിഡ് വന്ന സമയത്തൊക്കെ നാട്ടിലേക്ക് വരാൻ പറ്റാതെ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു. പിന്നീട് 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി കാലയളവ് പൂർത്തിയാകുന്നതിന് മുമ്പ് 2022 നവംബർ 13-ാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. 2023 ജനുവരി 25-ാം തീയതി എനിക്ക് വിശേഷമുണ്ടെന്ന് അറിയുകയും ഞങ്ങൾക്ക് 2023 സെപ്റ്റംബർ 19-ാം തീയതി ചൊവ്വാഴ്ച 10:10 36 വയസ്സുള്ള ഞാൻ സുഖപ്രസവത്തിലൂടെ ഈ കുഞ്ഞുമകനെ എനിക്ക് മാതാവ് നൽകി. 36 വയസ്സുള്ള എനിക്ക് ആ ഒരു സമയത്ത് നോർമലായിട്ട് 10:10 തന്നെ പ്രസവിക്കാൻ പറ്റിയത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സമയഘടികാരം എന്തിന് മാതാവ് 10:10 ലോകത്തുള്ള എല്ലാ ക്ലോക്കിൻ്റെയും സ്റ്റാൻഡേർഡ് ടൈമാണ് 10:10. എനിക്ക് ഇത് മാതാവിൻ്റെ കുഞ്ഞാണ് എന്ന് ബോധ്യപ്പെടാൻ ഇതിനെക്കാട്ടിയും വലിയൊരു തെളിവും ആവശ്യമില്ല. ഇത് എനിക്ക് മാതാവ് നൽകിയ കുഞ്ഞാണ്. രണ്ടാമതായി ഹസ്ബൻഡ് മറൈൻ എഞ്ചിനീയറാണ്. അദ്ദേഹത്തിന് സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ എക്സാം കുറച്ചായിട്ട് എഴുതിയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പലതവണ എക്സാം എഴുതിയെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഉടമ്പടി കാശ് രൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ച് ഓറൽ എക്സാം എഴുതിയതിൻ്റെ ഭാഗമായി ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ഈ എക്സാം പാസ്സാവുകയും അതിനനുസരിച്ച് നല്ലൊരു കോൺട്രാക്റ്റ് ലഭിക്കുകയും ചെയ്തു. മൂന്നാമതായിട്ട് എനിക്ക് ഗവൺമെൻറ് ജോലി ലഭിച്ച കാര്യമാണ്. 2010 BTech പാസ്സായ വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം പലതവണ എക്സാംസ് എഴുതിയിട്ടുണ്ട്. പലതവണ ഗവൺമെൻറ് ലിസ്റ്റിലും അല്ലാതെയുമൊക്കെ പലതവണ വന്നിട്ടുണ്ട്. PSCയുടെ ലിസ്റ്റിൽ തന്നെ 3-ഓ 4-ഓ തവണയോ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും എനിക്ക് ഗവൺമെൻറ് ജോലി ലഭിച്ചില്ല ആ സമയത്തൊന്നും. പക്ഷേ ഈ കാലയളവിലുള്ള സമയത്ത് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതിന് ശേഷം 2024 നവംബർ 13-ാം തീയതി ഞാൻ സർവീസിൽ കയറി. എറണാകുളം ജില്ലയിലെ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ നിന്ന് എനിക്ക് ജോലി ലഭിച്ചു. എൻ്റെ കഴിവുകൊണ്ടല്ല എനിക്ക് ഈ ജോലി കിട്ടിയത്. എൻ്റെ കഴിവുകൊണ്ട് കിട്ടാനായിരുന്നെങ്കിൽ 2010 മുതൽ ഞാൻ പലതവണ എക്സാം എഴുതിയ വ്യക്തിയാണ്. ഇതെൻ്റെ മാതാവ് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ എക്സാം എഴുതി ഞാനിപ്പോൾ ഗവൺമെൻറ് സർവീസിൽ കയറി അവിടെ വർക്ക് ചെയ്യുന്നത്. എപ്പോഴും എക്സാം എഴുതാൻ പോകുമ്പോൾ എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ എൻ്റെ കൂടെ കരുതും. മാതാവ് കാരണം മാത്രമാണ് എനിക്ക് ഈ ജോലി ലഭിച്ചത്. നാലാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടിയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് വേണ്ടി, അവർക്കും മക്കളുണ്ടായിരുന്നില്ല, വിവാഹം കഴിഞ്ഞ് 11 വർഷമായിട്ട് അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, അവരുടെ കാര്യവും കൂടി ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ദൈവം മാതാവ് അവർക്കും ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഹൈന്ദവരായ സഹോദരങ്ങൾക്ക് 11 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു കുഞ്ഞ് ലഭിച്ചു. എനിക്ക് മാതാവ് ഇവിടെ വന്ന നാൾ മുതൽ ഒത്തിരി അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ആ കൺസീവ് ആവുന്ന ആ സമയങ്ങളിൽ ഉടമ്പടി കാലയളവിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശ് വരക്കുമ്പോൾ എന്നും ഹസ്ബൻഡ് ഉടമ്പടി തൈലം എൻ്റെ അടിവയറ്റിൽ പെരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഞങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് നൽകിയത്. അങ്ങനെ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം ഞങ്ങൾ തമിഴ്നാട്ടിൽ വേളാങ്കണ്ണിയിൽ അങ്ങനെയെല്ലാം നൽകുമായിരുന്നു. നാട്ടിലും പള്ളികളിൽ പ്രാർത്ഥിച്ച്, എപ്പോഴും പത്രം കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ച്, എൻ്റെ കയ്യിൽ നിന്ന് ഈ പത്രം വാങ്ങുന്നവർക്ക് മാതാവിൻ്റെ വഴികൾ കാണിച്ചു കൊടുക്കുവാനും അവരുടെ ഭവനങ്ങളിൽ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാൻ പത്രങ്ങളെല്ലാം നൽകിയിരുന്നത്. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ദാനധർമ്മവും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നു. എനിക്ക് മാതാവ് നൽകിയ എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. 147 സങ്കീർത്തനം 3-ാം തിരുവചനം. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസത്തിൻ്റെ തൈലമാണ് ദൈവം
ആ പ്രതിജ്ഞയുടെ ഭാഗമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നൈസിൻ്റെയും ജെഫിയുടെയും മനോഹരമായ സാക്ഷ്യമാണ് നാം ഇപ്പോൾ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അവർക്ക് വിവാഹത്തിന് ശേഷം 4 വർഷത്തോളം കുഞ്ഞുങ്ങളെ ലഭിക്കാതിരുന്ന അവസ്ഥയിൽ അവിടെ നിന്ന് കണ്ണുനീരോടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ജെഫി പ്രഗ്നൻ്റ് ആവുകയും തങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. ജെഫി പറയുകയായിരുന്നു, അവർ രണ്ടുപേരും ഒരേ സമയം പ്രാർത്ഥിച്ച് തങ്ങളുടെ ശരീരത്തിൽ തൈലം പൂശി പ്രാർത്ഥിച്ചു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന് അവർക്ക് ആ അനുഗ്രഹം പ്രാപിക്കാൻ സാധിച്ചു. ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ അവരുടെ കരച്ചിലും കണ്ണീരും അതിനെല്ലാം ഉത്തരം ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ എപ്പോഴും വളരെ സ്നേഹത്തോടെയും വിശ്വസ്തയോടെയും നാം സമീപിക്കുമ്പോൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതങ്ങളിലൂടെയാണ് നമ്മെ സമീപിക്കുന്നതും നമുക്ക് സാമീപ്യം നൽകുന്നതും. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ നൈസിൻ്റെ ജോലിയെക്കുറിച്ച് വളരെ ആകുലതയായിരുന്നു. തൻ്റെ മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ ആ ജോലിയിൽ തനിക്ക് നല്ല ഒരു പുരോഗമനം ഉണ്ടാവുകയും ഫസ്റ്റ് ഉടമ്പടിയിൽ തന്നെ തനിക്ക് നല്ലൊരു ജോലി നൽകി പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് ജോലി പ്രാപിച്ചു തന്നു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. ജെഫി ഒരു ബിടെക് കഴിഞ്ഞ വ്യക്തിയാണ്. വളരെ വിഷമത്തോടു കൂടി തന്നെ എല്ലാ യോഗ്യതകളും ഉണ്ടെങ്കിലും ഈശോയുടെ ഈ ഒരു ജോലി അപേക്ഷിക്കുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴെല്ലാം തൻ്റെ യോഗ്യതകളെല്ലാം ഡീമെറിറ്റായി പോയിരുന്ന ഒരു വലിയ സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വസ്തുത അയോഗ്യതയാണ്. എൻ്റെ എല്ലാ അയോഗ്യതകളെയും യോഗ്യതകളാക്കി മാറ്റുന്ന കൃപകളാക്കി മാറ്റുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉടമ്പടി വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. യോഗ്യത മൂലമല്ല, കൃപ മൂലമാണ്. കൃപയാലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്നത്. കൃപ ലഭിക്കുവാനായി അനുഗ്രഹവും കൃപയും തമ്മിൽ, അനുഗ്രഹത്തിൽ നിന്ന് നാം കൃപയിലേക്ക് സഞ്ചരിക്കുന്ന ദൂരം ഒരല്പം കടുപ്പമുള്ളതാണ്. അതുകൊണ്ടാണ് ഈ നിബന്ധനകളിൽ കാരുണ്യ പ്രവൃത്തികൾ വളരെ മസ്റ്റായി നമ്മോട് ആവശ്യപ്പെടുന്നത്. കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് നമ്മുടെ ഒരു ആസ്തിയാണ്. ഈശോ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ കാരുണ്യപ്രവൃത്തികളെല്ലാം. എനിക്ക് വിശന്നു, നീ എനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് കുടിക്കാൻ തന്നു. ഞാൻ വിവസ്ത്രനായിരുന്നു, എനിക്ക് വസ്ത്രം തന്നു. ഞാൻ പരദേശിയായിരുന്നു, നീ എന്നെ വന്നു കണ്ടു. ഇതെല്ലാം ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ സന്ദർശിച്ചു. ഇതിനെല്ലാമുള്ള ഉത്തരമാണ് സുവിശേഷത്തിലൂടെ നാം ഈ കാരുണ്യപ്രവൃത്തികളിലൂടെ ചെയ്യുന്നത്. നമ്മുടെ സമ്പത്ത് ഒരിക്കലും ചിതൽ തിന്നു പോവുകയില്ല എന്ന് ഈശോ നമ്മോട് സുവിശേഷങ്ങളിലൂടെ പറയുന്നുണ്ട്. നൈസിനും ജെഫിക്കും ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നല്ലൊരു കയ്യടി നൽകി നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ പറയുന്നു. ഞങ്ങൾ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത്. ആദ്യമേ തന്നെ ഞങ്ങൾ സാക്ഷ്യം പറയാൻ വൈകിയതിൽ മാപ്പ് ചോദിക്കുന്നു. അതോടൊപ്പം കൃപാസന മാതാവിനോടും യേശപ്പനോടും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജിൽ ജെയിംസ്. ഇതെൻ്റെ ഭാര്യ ചിഞ്ചു ഫ്രാൻസിസ്. ഇതെൻ്റെ മക്കൾ. ഞങ്ങൾ വരുന്നത് മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ്. ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും എക്സ്പീരിയൻസും എൻ്റെ വൈഫ് ചിഞ്ചു ഫ്രാൻസിസ് പറയുന്നതായിരിക്കും. ഈശോയ്ക്കും ദൈവമാതാവിനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് സാക്ഷ്യം പറയുകയാണ്. ഹസ്ബൻഡും ഞാനും ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ആദ്യം ഞാൻ 2019 ഉടമ്പടി എടുത്തു. അന്ന് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞതാണ്. അന്ന് ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളും അല്ലാതെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം ഹസ്ബൻഡിന് 35 വർഷമായിട്ട് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, ഫുൾ ടൈം തുമ്മലായിരിക്കും, പൊടിയടിക്കാൻ പറ്റില്ല, എപ്പോഴും തുമ്മിക്കൊണ്ടേയിരിക്കും. രാത്രി 2 മണിക്കും 3 മണിക്കും വെളുപ്പിനൊക്കെ ഇരുന്ന് തുമ്മിക്കൊണ്ടേയിരിക്കും. ബാക്കിയുള്ള നമുക്കൊക്കെ ഒരു ഡിസ്റ്റർബൻസ് പോലെ തന്നെയായിരുന്നു. അങ്ങനെ കഴിക്കാത്ത മരുന്നുകളില്ല. അങ്ങനെ ഇരിക്കുമ്പം നമ്മൾ ഉടമ്പടിയിൽ നിറച്ച വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുകയും പിന്നീട് ഒരു ദിവസം 2022 അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഈ തുമ്മൽ എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടായിട്ടില്ല. അതെപ്പോഴാണ് മാറിപ്പോയെന്ന് ഞങ്ങൾക്കും അറിയില്ല. കറക്റ്റ് ഡേറ്റൊന്നുമില്ല. അങ്ങനെ പിന്നീട് കാണാതായി. പിന്നെ
രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം തലേ ദിവസം രാത്രി തന്നെ വന്നാലാണ് ഞങ്ങൾക്ക് ഇവിടെ നേരത്തെ എത്താൻ പറ്റുള്ളൂ. അപ്പം ഡ്രൈവ് ചെയ്ത് വരുമ്പം ഉറക്കം ഞങ്ങൾക്ക് കിട്ടില്ല. ഒരു രാത്രി 8 മണിക്കൊക്കെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കയറിയാൽ വെളുപ്പിന് 2 മണിക്കൊക്കെ ഇവിടെ എത്തും. ഇവിടുന്ന് ഉടമ്പടി പുതുക്കി പിന്നെ തിരിച്ചു പോകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ രാത്രി 12 മണി, ചിലപ്പോൾ 1 മണി അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് എനിക്ക് ഒട്ടും ഉറക്കം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളാണ്. അപ്പം ഞാൻ ഒരു പകുതിയൊക്കെ ആകുമ്പം തിരിച്ചു പോകുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയി. പക്ഷേ ഹസ്ബൻഡ് എന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ ഉറങ്ങുകയാണ്, കുറച്ച് നേരം ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉറങ്ങിപ്പോയി. ഒരു 10-25 കിലോമീറ്റർ മുമ്പേ ഞാൻ ഉറങ്ങിപ്പോയി. വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ ഒരു 4 കിലോമീറ്ററൊക്കെ ഇപ്പുറത്ത് ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ ഉണർന്നപ്പോൾ ഞാൻ കാണുന്നത് ഹസ്ബൻഡ് ഉറങ്ങിക്കൊണ്ട് ഡ്രൈവ് ചെയ്യണം. അപ്പം ഞാൻ ഞെട്ടി വിളിച്ചിട്ട്, ജയ എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു. നിറച്ചും വളവുകളാണ്, ആ വഴി തന്നെ വളരെ മോശമാണ്. അങ്ങനെ ഞങ്ങൾ ഈ സംഭവം ആരോടും പറഞ്ഞിട്ടില്ല, കാരണം എല്ലാവർക്കും പേടിയാണ്. ഞങ്ങൾ പോന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ച് ചോദിക്കും, എവിടെ എത്തി, എത്താനായോ. അങ്ങനെ ആ കാശ് രൂപത്തിൻ്റെയും ഒക്കെ ഒരു സംരക്ഷണത്തിൽ അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. അതേപോലെ ജപമാല റാലിക്ക് 4 തവണ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഓരോ പ്രാവശ്യം ഓരോരുത്തരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവരാനുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് പ്രാവശ്യം പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടിക്ക് എന്തോ ഒരു ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വണ്ടി നന്നാക്കിയതാണ്, കുഴപ്പമൊന്നുമില്ല, എപ്പോഴും അലൈൻമെൻറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി രാവിലെ നോക്കുമ്പോൾ ടയറ് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കമ്പിയും എല്ലാം പുറത്ത് ചാടിയിരിക്കുകയാണ്. അങ്ങനെ അന്നും ഞങ്ങളെ മാതാവ് രക്ഷിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയതാണ്. പിന്നീട് ഒരു ദിവസം മകന് പെട്ടെന്ന് ചെവിവേദന ഉണ്ടായി. ചെവിവേദന എന്ന് പറഞ്ഞാൽ അവൻ നിർത്താതെ കരയുകയാണ്. അപ്പോൾ കരഞ്ഞിട്ട് രാത്രി, ഞാനൊരു നേഴ്സാണ്, പക്ഷേ അന്നേരം ഒരു മരുന്നിരിപ്പില്ല, ഒന്നും രാത്രി 11 മണി 12 മണി. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു തുള്ളി തൈലം ചെവിയിൽ ഉറ്റിച്ചു കൊടുത്തു. അപ്പം നോക്കുമ്പോൾ വാക്സ് തന്നെ ചെവീൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ വന്ന് അത് ഫുള്ളെടുത്ത് കളഞ്ഞ് ആളുടെ അസുഖമൊക്കെ മാറി, ചെവിവേദനയൊക്കെ മാറി, ആൾ സുഖമായിട്ട് കിടന്നുറങ്ങി. അതേപോലെ തന്നെ വേറൊരു ദിവസം പനി പിടിച്ചിട്ട് ഹോമിയോ ആണ് സാധാരണയായിട്ട് കൊച്ചു കഴിക്കാറ്. അപ്പോൾ നമ്മൾ നനച്ച് തുടച്ചു കൊടുക്കും, എല്ലാം ചെയ്യും. ഒക്കെ കഴിഞ്ഞിട്ടും 105 ഡിഗ്രി പനി അങ്ങനെയും നിൽക്കുകയാണ്. ആ പനി നമുക്ക് പേടിയാവുന്ന രീതിയിലേക്ക് മാറി. കാരണം നനച്ച് തുടച്ചിട്ടും കുറയുന്നില്ല. ആൾ പിച്ചും പയ്യും പറയാൻ തുടങ്ങി. എന്നെ ഹസ്ബൻഡിനെയും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, ബോധമില്ലാതെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേഴ്സായിരുന്നിട്ട് പോലും എനിക്ക് പേടിയായി തുടങ്ങി. എന്നിട്ട് അപ്പം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ രണ്ടാളും ചൊല്ലി, വിശുദ്ധ തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ രാവിലെ 5 മണിക്ക് ശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ, ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വരുന്നതിന് മുമ്പ് തന്നെ മോൻ നോർമലായി കിടന്നുറങ്ങി. രാവിലെ ആൾ കളിച്ചു തുടങ്ങി. അങ്ങനെ ഒരു സൗഖ്യം ലഭിച്ചു. പിന്നെ വേറൊരു ദിവസം അടുക്കളയിലിരുന്നപ്പം തിളച്ച വെള്ളം ഞാൻ വാങ്ങി ഒരു മേശയിലോട്ട് വെച്ചതാണ്. നേരെ എൻ്റെ കാലിലോട്ടാണ് വീണത്. 2 കാലിലും വീണു. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ, കാലിൽ വീണാൽ എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ, ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. ഓടി ചെന്നിട്ട് തൈലവും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി കാലിൽ തേച്ചു. ഒരു പൊള്ളലോ ഒരു നീറ്റലോ ഒരു പുകച്ചിൽ മാത്രം, ഒരു ചെറിയ നീറ്റലുണ്ടായിരുന്നു, വേറെ ഒന്നും സംഭവിച്ചില്ല. ഒരു 7 ദിവസം കഴിഞ്ഞപ്പം കാലിൻ്റെ അവിടുന്ന് തൊലി മെല്ലെ, ഒരു കുമളയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോൾ പൊള്ളിയിരുന്നു എന്ന് കാണിക്കാനായിരിക്കണം ഒരു ചെറിയൊരു തൊലി തന്നെ ഉണങ്ങിയതുപോലെ അങ്ങ് മാറിപ്പോയി. വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന രോഗികൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പറ്റുന്ന രോഗികൾക്ക് കൊടുക്കാറുണ്ട്. പിന്നെ വാർഡുകളിൽ
വിസിറ്റ് നടത്തി അവിടെ രോഗികൾക്ക് പത്രം വിതരണം ചെയ്യും. ഒരു അനുഭവമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റ് ICUവിൽ 3 ദിവസം കൂടെ ഉണ്ടാവുള്ളൂ ജീവൻ എന്ന് പറഞ്ഞിട്ട് ICUവിൽ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി കയറ്റിയതാണ്. അങ്ങനെ ഡയാലിസിസ് ചെയ്യുന്ന ആ അമ്മ കരഞ്ഞുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു 3 ദിവസം കൂടെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അവൻ ഓവറായിട്ട് സൈക്കാട്രിക് മെഡിസിൻ ഒരുപാട് എടുത്ത് കഴിച്ചിട്ട് ഏകദേശം അവസാന സ്റ്റേജിലാണ്, കിഡ്നിയൊക്കെ പോയതാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു ഒരു കാശ് രൂപം കൊണ്ടുത്തരുമോ ഡ്യൂട്ടി കഴിയുമ്പോഴേക്കും. അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുതന്നു. ഞാൻ ആ അമ്മയ്ക്ക് കൊടുത്തു, പുറത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ അമ്മ കാശ് രൂപം അരയിൽ വെച്ച് കൊടുത്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് ആ അമ്മ എന്നെ തിരിച്ചു വിളിച്ചു. മോൻ കണ്ണ് തുറന്നു. ഒരു 3 ദിവസം കൊണ്ട് അവർ ഡിസ്ചാർജായിപ്പോയി. അങ്ങനെ പലർക്കും ഞങ്ങൾ ഉടമ്പടി തൈലവും തേച്ചു കൊടുക്കുകയും ഉടമ്പടി വസ്തുക്കൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പലരോടും ഞങ്ങൾ കൃപാസനത്തെ പറ്റി പറയുമ്പം നിർത്താൻ പറ്റില്ല. കണ്ടിന്യൂസ് ഇങ്ങനെ ഹസ്ബൻഡാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. സാക്ഷ്യങ്ങൾ എൻ്റെ ഫോണിൽ വരെ സാക്ഷ്യങ്ങൾ ഹസ്ബൻഡാണ് മറ്റുള്ളവർക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുടക്കിയാലും ഹസ്ബൻഡ് എന്നെ പ്രചോദനം ചെയ്ത് കൊണ്ടുവരാറാണ് പതിവ്. അതേപോലെ പിന്നെ വൃദ്ധസദനത്തിൽ ഒരു ശാലോം മാതാ ഭവനുണ്ട്. അവിടെ മാനസികമായി വെല്ലുവിളി നേരിടുന്ന കുറേ അമ്മമാരും കുറേ പ്രായം കുറഞ്ഞ ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ 5:30 സെല്ലിൽ കുറച്ച് പേഷ്യൻസ് ഉണ്ട്. അവർ 5:30 ആകുമ്പം കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ, ഹസ്ബൻഡ് എന്നെ കൊണ്ടേയാക്കും വെളുപ്പിന്, ഞാൻ അവരെ പോയി കുളിപ്പിക്കാറുണ്ട്. ഇപ്പം ഡ്യൂട്ടിയുടെ ചില ടൈമിൻ്റെ വ്യത്യാസം കൊണ്ട് എനിക്ക് അതിരാവിലെ പോകാൻ പറ്റാറില്ല. പക്ഷേ പറ്റുന്ന സഹായങ്ങൾ ബാക്കിയുള്ളവരോട് പറഞ്ഞിട്ടും ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടും ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരോട് ചെയ്തു കൊടുക്കാറുണ്ട്. ഭക്ഷണം എല്ലാ ദിവസവും കൊടുത്തില്ലെങ്കിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഒരു പൊതിയെങ്കിലും ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി പോയാലും ഹസ്ബൻഡ് ഒരു പൊതിയെങ്കിലും ആർക്കെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ട്. പത്രം ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് 10 കെട്ടോളം പത്രം വാങ്ങിയിട്ട് ആലപ്പുഴ ഏകദേശം 8 ഡിസ്ട്രിക്റ്റോളം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളെന്ന് പറഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ വരുന്നത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരൊറ്റ ക്രിസ്ത്യനേ ഉള്ളൂ. ബാക്കി എല്ലാവരും അന്യമതസ്ഥരാണ്. എല്ലാവരും കളിയാക്കും ദാ കൃപാസനം മാതാവ് വരുന്നുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഓരോ അനുഭവങ്ങളും മാതാവ് കൊടുത്തിട്ടുണ്ട്. ഡോക്ടറായിരുന്നു എപ്പോഴും എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്. ഞാനൊരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നുകൊണ്ട് അവിടുത്തെ ഡോക്ടർ എപ്പോഴും എന്നോട് പറയും ഇതാ കൃപാസന മാതാവ് വരുന്നുണ്ട്, ഇനി കേസൊന്നിനും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ആ ഡോക്ടറിന് ഞാൻ ഒട്ടും വിശ്വാസമില്ലാത്തതാണ്. ദൈവത്തിലേ അവരുടെ മതത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത ആളായിരുന്നു. അപ്പം ഞാൻ പത്രവും കൊടുത്തു, കാശുരൂപം കൊടുത്തു. അങ്ങനെ ഡോക്ടർക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പം ആ കാശുരൂപം തന്നെ ഡോക്ടർക്ക് രക്ഷയായി. ഡോക്ടർ എന്നോട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ട്രാൻസ്ഫറായി പോയപ്പോൾ എന്നോട് പറഞ്ഞു ആ കാശുരൂപം ഇപ്പോഴും എൻ്റെ കീശയിലുണ്ട് കേട്ടോ എന്ന് പറയുകയും ചെയ്തു. പിന്നെ മഴവിൽ ഞങ്ങൾ ജപമാല റാലിക്ക് വരാനൊരുങ്ങുമ്പം ഒരു മഴവിൽ ഞങ്ങളുടെ വണ്ടീൻ്റെ മുമ്പിൽ, അതായത് ഏകദേശം സന്ധ്യ 6:30 ആ സമയത്തൊരു മഴവിൽ ഞങ്ങൾ കാണുകയും പിന്നെ പത്രം കൊടുക്കുമ്പം 2-3 തവണ ഞങ്ങൾക്ക് പത്രം കൊടുത്ത് വരുമ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പല പത്രം കൊടുത്ത് വരുമ്പോഴൊക്കെ മഴവിൽ 2-3 തവണയായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ സ്വപ്നത്തിൽ മാതാവ് കാണാനുള്ള ഭാഗ്യം ഹസ്ബൻഡിനും ലഭിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി 4 ദിവസം കഴിഞ്ഞപ്പം തലഭാഗത്തായിട്ടൊരു നീല വസ്ത്രത്തിൽ ഒരു അമ്മ ഇരിക്കുന്നതും റൂമിൽ പച്ചയും നീലയും തിരിയും കാണുകയും ചെയ്തു. അങ്ങനെ ആരോ വിളിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ തിരി കത്തിച്ചാണോ എന്ന് ചോദിച്ചു. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല, ഹസ്ബൻഡാണ് കണ്ടത്. അങ്ങനെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം. അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവുമുള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? സത്യമായും ദൈവം നമ്മോടുകൂടെയാണ്. ഇമ്മാനുവേൽ എന്നാണ് നമ്മുടെ ദൈവത്തിൻ്റെ പേര് എന്ന് നമുക്കറിയാം.
പഴയ നിയമവും പുതിയ നിയമവും ഒരേ സ്വരത്തിൽ നമ്മോട് പറയുന്നത് ജീവനുള്ള ദൈവം നമ്മോട് കൂടെയുണ്ടെന്നാണ്. വിശുദ്ധ പത്രോസിനോട് പറഞ്ഞ, വിശുദ്ധ പത്രോസ് ഏറ്റുപറഞ്ഞ ആ ഒരു വലിയ ദൈവം നമ്മോടൊപ്പമുണ്ട്. ഇവിടെ ഷിജിലും ചിഞ്ചുവും മനോഹരമായവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ പങ്കുവെക്കുകയായിരുന്നു. അവർ ഉടമ്പടി എടുത്തതു മുതൽ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർത്തഡോക്സ് വിശ്വാസത്തിലാണെങ്കിലും പരിശുദ്ധ അമ്മയോട് വളരെ സ്നേഹത്തോടെ ഇടപഴകാൻ അവരുടെ അനുഭവം ആഴത്തിൽ ഈശോ അവർക്ക് അനുഭവവേദ്യമാക്കുന്നു എന്ന് സാക്ഷ്യം പറയാൻ മാത്രം ഈ അൾത്താരയിലേക്ക് അവരെ ഈശോ ആനയിച്ചിരിക്കുകയാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. 35 വർഷമായി കണ്ടിന്യൂസ് ആയി ഷിജിലിന് തുമ്മൽ അലർജി രോഗമുണ്ടായിരുന്നു. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം അത് സമ്പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു എന്നാണ് ഈ സാക്ഷ്യം നമ്മോട് പറയുന്നത്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോ തൊട്ട് അനുഗ്രഹിച്ചിട്ടുള്ളവരെല്ലാം തന്നെ പരിപൂർണ്ണ സൗഖ്യത്തിന് സാക്ഷികളാണ്. വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് പറയുകയായിരുന്നു. ഉടമ്പടി എടുത്തവർ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോഴൊക്കെ കൃപാസനത്തിലേക്ക് വരുമ്പോഴോ പോകുമ്പോഴോ അവർക്കുണ്ടാകുന്ന ആക്സിഡൻറ്റുകളെക്കുറിച്ച് പലപ്പോഴും ഇവിടെ പറയാറുണ്ട്. ദിവസത്തിൽ 10 സാക്ഷ്യമുണ്ടെങ്കിൽ അതിൽ 2 സാക്ഷ്യത്തിലെങ്കിലും അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഞങ്ങൾക്ക് വരുന്ന വഴിയിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന വഴിയിൽ ഞങ്ങൾക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, ഒരു പോറൽ പോലുമില്ലാതെ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ സംരക്ഷണം നൽകി. കാരണം സാത്താന് ഒരിക്കലും പരിശുദ്ധ അമ്മയോ ജപമാലയോ ഇഷ്ടമില്ലാത്തൊരു വസ്തുതയാണ്. നമുക്ക് മറ്റുള്ള നൊവേനകളോ പ്രാർത്ഥനകളോ ഒക്കെ ചെല്ലുമ്പോഴുള്ള ഇഫക്റ്റ് ചൊല്ലുമ്പോഴില്ലാത്ത ഇഫക്റ്റ് ഇവിടെ കിട്ടുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്നത് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം മൂലമാണെന്നാണ് ഈ കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥനാ ജീവിത രീതി നമ്മോട് വ്യക്തമാക്കുന്നത്. ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷിജിൽ ഓൾറെഡി ഉറങ്ങിപ്പോയി. ചിഞ്ചു ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയ ചിഞ്ചു പറയുന്നത് ഷിജിൽ ഉറങ്ങിക്കൊണ്ട് തന്നെ വാഹനം ഓടിക്കുകയായിരുന്നു. അതിൻ്റെ ടയർ പൊട്ടിയിട്ട് പോലും വളരെ കൃത്യസ്ഥാനത്ത് പരിശുദ്ധ അമ്മ കൊണ്ടുചെന്നെത്തിച്ച വലിയ സംരക്ഷണത്തിൻ്റെ സാക്ഷ്യമാണ് ഇവരിപ്പോൾ ഇവിടെ ഏറ്റുപറഞ്ഞത്. പരിശുദ്ധ അമ്മ നമ്മെ എപ്പോഴും സാത്താൻ്റെ ആ വലയത്തിൽ നമ്മെ സംരക്ഷിക്കുന്നു. കാരണം നാം സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജോസഫ് അച്ഛൻ നമ്മളോട് ഊന്നി പറയുന്നുണ്ട്, പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനായിട്ട്. ഉടമ്പടിയിലൂടെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ സംരക്ഷണമാണത്. ഒരു നേഴ്സായി ചിഞ്ചുവിനറിയാം ഒരു വേദനയും അസുഖം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. ആദ്യം തന്നെ തൻ്റെ ബാഗിലുള്ള ഒരു ഡിസ്പെൻസറി തുറക്കും, അല്ലെങ്കിൽ മുറിയിലുള്ള വീട്ടിലുള്ള സഞ്ചരിക്കുമ്പോൾ വാഹനത്തിലുള്ള എല്ലാ ഡിസ്പെൻസറികളിലും അവർക്ക് ആവശ്യമുള്ള എല്ലാ മരുന്നുകളും ഉണ്ടാവും. പക്ഷേ ആദ്യമായി ഇവർ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും പരസ്പരം പ്രചോദിപ്പിക്കുന്നതും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗമാണ്. മകന് പനിയുണ്ടായപ്പോഴും ചെവിക്കായം നിറഞ്ഞപ്പോഴുമെല്ലാം പരിശുദ്ധ അമ്മയുടെ തൈലമാണ് ഇവർക്ക് വലിയ ആശ്വാസ തൈലമായി ആൻറ്റിബയോട്ടിക്കായി അവർ ഉപയോഗിച്ചതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവരുടെ പല യാത്രകളിലും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം മഴവില്ലായി അവർക്ക് കാണപ്പെടാൻ പരിശുദ്ധ അമ്മയും ഈശോയും അവരെ അനുവദിച്ചു. വലിയ സാമീപ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും സാക്ഷ്യമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമുക്കെല്ലാം പ്രത്യക്ഷപ്പെടും എന്നുള്ളതിൻ്റെ ഉറപ്പുകളാണ് ഓരോ സാക്ഷ്യത്തിലും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഷിജിലിനും ചിഞ്ചുവിനും ഓരോ കുടുംബത്തിനും ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നല്ലൊരു കയ്യടി നൽകി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സാക്ഷ്യം സമർപ്പിക്കാം. എൻ്റെ പേര് രേഷ്മ അനു. ഞാൻ 25/6/2022 ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി പുതുക്കിയ ഞാൻ ഇവിടെ 2ാമത്തെ സാക്ഷ്യമാണ് പറയുന്നത്. ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഉടമ്പടി ക്ലാസ്സിലിരുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണിലൂടെ കാണുകയാണ് ഒരു സിസ്റ്റ് കണക്ക് എന്തോ ഒരു സംഭവം ഞാൻ കാണുകയാണ്. അന്നേരം എനിക്ക് നല്ല വിഷമം തോന്നി. ഞാൻ അന്നേരം ഉടമ്പടി നിയോഗത്തിൽ വെച്ചത്, മാതാവ് എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു സിസ്റ്റ് ഉണ്ടെങ്കിൽ അമ്മ തന്നെ എടുത്ത് മാറ്റണമെന്നായിരുന്നു വെച്ചത്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡ് ബ്രസ്റ്റിൽ നല്ല പെയിൻ വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ടാബ്ലറ്റ് എന്തെങ്കിലും കഴിച്ചാൽ മാറും, അങ്ങനെയാണ് വിചാരിച്ചത്. അന്നേരം ഡോക്ടറിനെ കണ്ടപ്പം അന്നേരം ഡോക്ടർ പറഞ്ഞു പിറ്റേന്ന് തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞു.
എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പിന്നെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച്, ഞാൻ ചെറിയ കാര്യങ്ങളിൽ പോലും ഡെസ്പ് ആവുന്ന ഒരാളായിരുന്നു. ഒരു അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ച് ഞാൻ എന്തോ ഒരു ധൈര്യത്തോടെ ഞാൻ പോയി, ഹോസ്പിറ്റലിൽ പോയി കാണിച്ച്, ഒരു ഡോക്ടറിനെ കാണിച്ചു. അന്നേരം ഡോക്ടർ പറഞ്ഞു സർജറി പറഞ്ഞു. അടുത്ത വേറെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, അവിടെ പറഞ്ഞു നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നാലും സർജറി. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറഞ്ഞു സർജറി തന്നെ പറഞ്ഞു. അടുത്ത ഹോസ്പിറ്റലിൽ കാണിച്ചു, അവിടെ അത് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ സർജറിക്കായിട്ട് തയ്യാറെടുത്തു. അങ്ങനെ സർജറി കഴിഞ്ഞു. റിസൾട്ട് ഞാൻ ബയോപ്സിക്ക് അയച്ചു, റിസൾട്ട് വന്നു. ആ സമയത്ത് ബയോപ്സിക്ക് അയക്കുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ പോയത്. അമ്മ ഒരു കുരിശ് വരച്ചിട്ടാണ് ബയോപ്സിക്ക് റിസൾട്ട് അയക്കുന്നത്. ആ സമയത്തെല്ലാം മാതാവിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഞാൻ ICU കിടന്നതും എല്ലാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബയോപ്സിയുടെ റിസൾട്ടിന് അയച്ചപ്പോഴത്തേക്ക് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ബയോപ്സിയിൽ കുഴപ്പമൊന്നുമില്ല, നെഗറ്റീവാണ്. ഞാൻ മാതാവിന് കൂടി നന്ദി പറയുന്നു. ഈ സിസ്റ്റിൻ്റെ സമയത്ത് ഞാൻ എടുക്കുമ്പം വചനം എടുക്കുമ്പോഴെല്ലാം എനിക്ക് വരുന്നത്, ആദ്യം ഞാൻ കരുതി എനിക്കിത് പ്രാർത്ഥിച്ചാൽ മാറും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ബൈബിൾ എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് വരുന്നത് നിനക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവാണ് അവനെ നിയോഗിച്ചത്. ഈ വചനമായിരുന്നു എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നത്. അന്നേരം ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ചു, ദൈവം ഇത് തന്നെയാണ് എനിക്ക് വെച്ചിരിക്കുന്നത്, സർജറിയിലൂടെ തന്നെ നീക്കം ചെയ്യണം. അങ്ങനെ ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകുന്ന മാതാവിന് ഞാൻ കൂടി നന്ദി പറയുന്നു. പിന്നെ അടുത്ത എൻ്റെ നിയോഗമെന്ന് വെച്ചാൽ, ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ചെറിയ കാര്യങ്ങൾ മതിയായിരുന്നു, എനിക്ക് പെട്ടെന്ന് ടെൻഷൻ വരും, ഞാൻ പെട്ടെന്ന് കരയും. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ടെൻഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഇടത്തെ കയ്യിൽ നിന്ന് ചെറിയൊരു പെരുപ്പണക്ക് തോന്നും. പിന്നെ അത് എൻ്റെ മൈൻഡിൽ ഇതാവും, എൻ്റെ തലയെ ബാധിക്കും. അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ബോധം കാണത്തില്ല. പിന്നെ അവിടെ നടക്കുന്ന എന്തോന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലൂടെയാണ് 4.5 വർഷമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നതാണ്. 3 നേരം മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. അത് പുറത്ത് എൻ്റെ നാട്ടിലുള്ളവർക്കാവട്ടെ ബന്ധുക്കൾക്കാർക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പലരും ചോദിക്കാറുണ്ട്, നീ പഠിക്കാൻ പോകുന്നില്ലേ, ജോലിക്ക് പോകുന്നില്ലേ? പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ലായിരുന്നു. അങ്ങനെ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പയ്യെ എൻ്റെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരുന്നു. എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ആ ഒരു പ്രോബ്ലം എനിക്ക് വരുന്നില്ലായിരുന്നു. അന്നേരം എനിക്ക് തന്നെ തോന്നി എനിക്കത് മാറ്റമുണ്ട്. അന്നേരം ഞാൻ പോയി EG ഒന്നും കൂടെ റിപ്പീറ്റ് ടെസ്റ്റ് ചെയ്തതിൽ അതിലെനിക്കൊരു കുഴപ്പവും ഇല്ല, എല്ലാം നോർമലായി. എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്നേ വരെ എനിക്ക് ആ തലകറക്കവും വന്നിട്ടില്ല, അബോധാവസ്ഥയിൽ ആ പ്രശ്നവും വന്നിട്ടില്ല. എനിക്ക് എല്ലാം നോർമലായി മാറി. മാതാവിന് ഈശോയ്ക്കും കൂടി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പപ്പായ്ക്ക് കടബാധ മൂലം വീട് വിൽക്കേണ്ടി വന്നു. അതിനുശേഷം ഒരു വീടിലായിരുന്നു. 5 വർഷമായിട്ട് പപ്പ വാടക വീട്ടിലായിരുന്നു താമസിക്കുന്നത്. ഞാൻ ഒരു നിയോഗം വെച്ചത് പപ്പായ്ക്കൊരു വീട് കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് 6 മാസത്തിന് ശേഷം ഉടനെ തന്നെ പപ്പായ്ക്ക് വീട് നൽകി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ഞാൻ ഒരു വീട് വെക്കാനായിട്ട് ഒരു സ്ഥലം മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ വീടിന് പെർമിറ്റിന് വേണ്ടി കുറേ നാൾ സമയമെടുത്തു. ഞാനാണെങ്കിൽ 1.5 വർഷത്തോളം അതിനെ അപേക്ഷിച്ചു, എനിക്ക് കിട്ടിയില്ല, നടന്നില്ല. അങ്ങനെ ഞാൻ ഓഫീസുകളിലെല്ലാം കയറി ഇറങ്ങി നടക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഉടമ്പടി എടുത്ത് 4ാമത്തെ ദിവസം എനിക്ക് പെർമിറ്റ് കിട്ടി. എൻ്റെ വീട് പണി പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചു. മാതാവിന് ഈശോയ്ക്കും കൂടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് കിട്ടിയ വേറെ ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് വേറെ വീടുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് 2 പ്രാവശ്യം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീടിൻ്റെ ചുറ്റിനും കാടാണ്. അന്നേരം ഈ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ട്. അന്നേരം ഒരു ദിവസം ഞാൻ രാത്രി കിടന്ന് ഉറങ്ങുമായിരുന്നു. മതിൽക്കെട്ടാണെങ്കിലും വീടിൻ്റെ കോമ്പൗണ്ടിനകത്തോട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ സ്വപ്നം കാണുവാണ്. രാത്രി ഏകദേശം ഒരു 2 മണിയായി കാണും. ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു മാവ് നിൽപ്പുണ്ട്. അതിൻ്റെ അടുത്തൂടെ ഒരു പാമ്പ് പോകുന്നതായിട്ടാണ് ഞാൻ സ്വപ്നമൊക്കെ കണ്ടത്. പെട്ടെന്ന് ഞാൻ എണീറ്റിട്ട് മാതാവ് എന്താണിത് എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക്
ഞാൻ വിചാരിച്ചത് എനിക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, വെറുതെ എനിക്ക് തോന്നിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സൂം ചെയ്തോ അങ്ങനെയൊന്നും നോക്കിയില്ല. അന്നേരം അങ്ങനെ പോയി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ ഡോറ് തുറന്ന് ലൈറ്റ് ഓഫ് ചെയ്തോ എന്തോന്ന് അറിയാൻ വേണ്ടി ഡോറ് തുറന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റിൽ ഞാൻ കാണുന്നത്, ഞാൻ രാത്രി സ്വപ്നത്തിൽ കണ്ട ആ സ്ഥലത്തോട് തന്നെ പാമ്പ് പോകുന്നതാണ്. ഞാൻ രാവിലെ എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ കാണുന്നത്. അത് പോകുന്നത് ഒരു പോച്ചയൊക്കെ നിൽക്കുന്ന പുല്ലൊക്കെ നിൽക്കുന്ന സ്ഥലത്തോട്ടായിരുന്നു. രാവിലെ ഞാൻ ചെന്ന് അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. ഞാനത് നോക്കാതെ മാതാവ് എനിക്ക് മുൻകൂട്ടി കാണിച്ചു തന്നണക്കാണ് എനിക്ക് അത് അന്നേരം തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ പോയി അത് വൃത്തിയാക്കും, ഉറപ്പായിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. ഇതാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് ഞാൻ മറ്റേ സമിതി പിന്നെ അനാഥാലയങ്ങൾ അങ്ങനെയൊക്കെ സന്ദർശിച്ച് എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ പത്രപ്രവർത്തനമായിട്ട് ഞാൻ ആദ്യകാല സമയത്ത് ഞാൻ എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാനൊരു പള്ളികളിലും കുരിശടികളിലും എല്ലാം കൊണ്ടുവയ്ക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം എൻ്റെ കയ്യിൽ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ ഫുഡ് പൊതിഞ്ഞുകൊണ്ട് തന്നത് എനിക്ക് കൃപാസനം പത്രത്തിലായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിഷമം തോന്നി. ഞാൻ ചെയ്യുന്നത് ഈ മിസ്റ്റേക്ക് തന്നെയല്ലേ, അവർ കളക്ട് ചെയ്യുന്നത് പള്ളികളിലും കുരിശടികളിലും എല്ലാം വെക്കുന്ന പത്രങ്ങളാണ് അവർ കളക്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിഷമം തോന്നി. അന്നേരം ഞാൻ മാതാവിൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പത്രങ്ങൾ വീടുകൾ തോറും കൊണ്ടു കൊടുക്കും. പിന്നെ അത് മാറി ഞാൻ ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. പിന്നെ ബസ് സ്റ്റാൻഡുകൾ, ഓട്ടോ സ്റ്റാൻഡ്, അങ്ങനെ പല സ്ഥലത്തും പത്രങ്ങൾ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. പിന്നെ കുമ്പസാര 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരയ്ക്കും എനിക്ക് ഞായറാഴ്ചകളിലെല്ലാം കുർബാനയ്ക്ക് കൂടാറുണ്ട്. പറ്റുന്ന സമയങ്ങളിലെല്ലാം കുർബാനയ്ക്ക് കൂടാറുണ്ട്. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത് കിടന്ന സമയത്ത് ഓൺലൈനായിട്ടായിരുന്നു എനിക്ക് കുർബാന കൂടാൻ പറ്റിയിരുന്നത്. അല്ലാതെ ഇത്രയും അനുഗ്രഹങ്ങൾ നൽകുന്ന കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു. സങ്കീർത്തനം 25:12. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് അവന് കാണിച്ചു കൊടുക്കും. ഈ ഉടമ്പടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓരോ സമയവും കർത്താവ് ഗൈഡ് ചെയ്യുന്നതാണ്. ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ഉടമ്പടി ക്ലാസ്സിലിരുന്ന് രശ്മാനു എന്ത് നിയോഗം വയ്ക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് കാണുകയാണ്, ഒരു സിസ്റ്റ് പോലെ കാണിച്ചു കൊടുക്കുന്നു. ഉടനെ അത് തന്നെ നിയോഗത്തിൽ വയ്ക്കുന്നു. അമ്മ തോന്നിപ്പിക്കുന്നതാണ്. 1 മാസം കഴിയുമ്പോൾ ആ സിസ്റ്റ് ഉള്ളതറിയുന്നു. പിന്നീട് അതിനുവേണ്ടി അനുവിനെ ഒരുക്കുകയാണ്. അനുവിന് ചെറിയ കാര്യം വന്നാൽ ടെൻഷൻ വരും. അപ്പോൾ വചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവം, വൈദ്യനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ധൈര്യം കിട്ടി. അങ്ങനെ ആ സർജറിക്ക് പോകുവാനായിട്ടൊക്കെ സാധിക്കുന്നു. അതേപോലെ മുമ്പത്തെ അവസ്ഥ പറയുന്നുണ്ട് അനു. 4 വർഷത്തോളം ചെറിയൊരു കാര്യം വന്നാൽ പേടിച്ചു പോകും, ഇടയ്ക്ക് ബോധമില്ലാതെ വരും. എന്നാൽ ആ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ധൈര്യം ലഭിച്ചിരിക്കുകയാണ്. കർത്താവ് കൂടെയുള്ളത് കൊണ്ടാണ് ഈ ധൈര്യമുള്ളത്. അതേപോലെ തിരഞ്ഞെടുക്കേണ്ട വഴി ഇത് കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. ആ പെർമിറ്റിൻ്റെ അപേക്ഷിക്കുന്ന സമയത്തും ഇനി 4 ദിവസമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ സാധ്യതയില്ല എന്നുള്ള സന്ദർഭത്തിൽ ആ ദിവസത്തിനുള്ളിൽ തന്നെ സമയത്തിനുള്ളിൽ ദൈവം ഇടപെട്ട് സഹായിക്കുകയാണ്. അങ്ങനെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ കിട്ടുന്ന വലിയൊരു ആനുകൂല്യമാണ് ദൈവം കൂടെ വരുന്നു എന്നുള്ളത്. ആ ഒരു സ്വപ്നത്തിൽ ആ പാമ്പിനെ കാണിക്കുന്നതും അതിന് പിന്നീട് ക്ലീൻ ചെയ്യാൻ ഇരിക്കുന്ന സ്ഥലമാണ് പിറ്റേ ദിവസം രാവിലെ. നേരത്തെ തന്നെ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് കർത്താവ് തിരഞ്ഞെടുക്കേണ്ട വഴി കാണിച്ചു തരുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശരിക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് നിർമ്മല, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. 2019 ഒക്ടോബർ 21-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ 1ാമത്തെ നിയോഗമായിരുന്നു എൻ്റെ വിദേശ തടസ്സം. ഞാൻ 7 വർഷമായി പലവിധ എക്സാമുകൾ എഴുതിയെങ്കിലും അതിനു വേണ്ടിയിട്ട് ഒത്തിരി ട്രൈകൾ നടത്തിയെങ്കിലും ഒന്നും ഫലവത്തായില്ല. ആ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ മാതാവ് എനിക്ക് അയർലൻഡ് എന്നൊരു കൺട്രി കാണിച്ചു തരികയും അങ്ങനെ ഞാൻ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് OET എക്സാമിന് ഡേറ്റ് എടുത്തു. അച്ഛനെ കണ്ടു. അച്ഛൻ ആ സമയത്ത് ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന കുറച്ച് പേരോട് മാത്രമാണ് അന്ന് പാസ്പോർട്ട് വാങ്ങി അച്ഛൻ അമ്മ മാതാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു എന്തൊക്കെയാണേലും എനിക്ക് ആ കൺട്രിയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന്. ഞാൻ ഉറപ്പായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എക്സാമിന് പോയപ്പോൾ ഞാൻ അമ്മയുടെ കാശ് രൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയത്.
അന്ന് തന്നെ ഞാൻ എക്സാമിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എനിക്ക് ഇനിയൊരു എക്സാം എഴുതാനുള്ള കൃപ, എനിക്ക് ഇനി ഒരു എക്സാം എഴുതാൻ എനിക്ക് സാധിക്കില്ലേ, ഈ എക്സാമിലൂടെ തന്നെ എനിക്ക് കയറി പോകാൻ പറ്റണേ എന്നും. ആ സമയം എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ റിസൾട്ട് വന്നു. അതിൽ എനിക്ക് വിജയിക്കാൻ സാധിച്ചു. വിജയിച്ചത് കൊണ്ട് കാര്യമില്ല. കുറേ നാളായി ഞാനിതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഒത്തിരി ശ്രമിച്ചു. ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നില്ല. ഞാൻ ആകെ വിഷമത്തിലായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത്ഭുതം എന്നോണം ഒരു ചൊവ്വാഴ്ച ധ്യാനം കൂടി കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് എനിക്ക് ഏജൻസിയിൽ നിന്നൊരു കോള് വരികയും ഈ വീക്കിൽ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. ഇൻ്റർവ്യൂ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എന്താ പറഞ്ഞതെന്നും എനിക്കറിയത്തില്ല. ഞാൻ എല്ലാം മാതാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. യാതൊരു പ്രതീക്ഷയും എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 3 ദിവസത്തിന് ശേഷം ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരികയും ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സാകുകയും ചെയ്തു. പക്ഷേ ഇൻ്റർവ്യൂ പാസ്സായതിന് ശേഷം കുറേ കടമ്പകളുണ്ടായിരുന്നു. എല്ലാത്തിലും എനിക്ക് തടസ്സമാണ്. അവിടെ എല്ലാം മാതാവിൻ്റെ ടൈമിങ്സാണ് എനിക്ക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. കാരണം ഓരോ സമയത്തും 72 അവേഴ്സിനുള്ളിൽ ഒരു ഫണ്ട് നമുക്ക് അവിടെ അടയ്ക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ അതിൻ്റെ മെസ്സേജ് എനിക്ക് കാണാൻ പറ്റിയത് 24 അവേഴ്സിന് മുമ്പായിരുന്നു. ഞാൻ ആകപ്പാടെ വിഷമത്തിലായി. ആ സമയത്ത് ഞാൻ ഇവിടെ വന്നു, മാതാവിൻ്റെ അടുത്ത് വന്നു. ഞാൻ ആ റെസിപ്റ്റ് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. അത്ഭുതമെന്ന് പറയട്ടെ, അത് വീക്കെൻഡ് ആയതുകൊണ്ട് 3 ദിവസം കൊണ്ട് എൻ്റെ ഫീസ് എനിക്ക് കറക്റ്റായിട്ട് അവിടെ എത്തുകയും ചെയ്തു. പിന്നെ ആണെങ്കിൽ എനിക്ക് വിസയുടെ തടസ്സം വന്നു. കുറച്ച് നാൾ എൻ്റെ കൂടെയുള്ളവരുടെ വിസയും വരുന്നില്ല, എൻ്റെ വിസയും വരുന്നില്ല. ഞാൻ ആകെ ടെൻഷനിലായി. വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ വിസ മെയ് 14-ാം തീയതി വരികയും ചെയ്തു. എൻ്റെ കൂടെയുള്ളവരുടെ വിസ ഇപ്പോഴും വന്നില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ മാതാവിൻ്റെ ഈ സാന്നിധ്യം എനിക്ക് കാണിച്ചു തന്നതിന് 1000 നന്ദി. രണ്ടാമത്തെ എൻ്റെ നിയോഗമായിരുന്നു എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ. ആദ്യമേ തന്നെ ഞാനത് അടയ്ക്കാതിരുന്നത് കൊണ്ട് തന്നെ അതെനിക്കൊരു ജപ്തിയായിട്ട് വരികയും ഒരു ഹ്യൂജ് എമൗണ്ട് എനിക്ക് അടയ്ക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് വില്ലേജിൽ നിന്നൊരു RR വരികയും, ഒന്നാമത്തെ RR വന്നു, ഞങ്ങളതിനെപ്പറ്റി വലിയ മൈൻഡ് കാണിക്കാതിരുന്നത് കൊണ്ടാവാം മേ ബി രണ്ടാമത് വീണ്ടും വന്നു. പക്ഷേ 3-ാമത്തെ RRൽ എൻ്റെ വീട് ജപ്തി ചെയ്യുന്ന രീതിയിലാണ് വന്നത്. വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ എനിക്കത് അടച്ചു തീർക്കണം. പക്ഷേ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഞങ്ങൾ ആകപ്പാടെ വിഷമത്തിലായി. പെട്ടെന്ന് ബാങ്കിൽ നിന്നൊരു കോള് വരികയും എമർജൻസി ആയിട്ട് ഞങ്ങൾ ചെന്ന് മാനേജറെ കാണാൻ പറഞ്ഞു. ആ നിമിഷം ഞാൻ മാതാവിൻ്റെ ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്താണെന്നറിയില്ല, മാനേജർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എത്രയാണോ അടയ്ക്കാൻ പറ്റുന്നത് അത്രയും തുക അടച്ച് നമുക്കിതിൽ നിന്ന് വിഡ്രോവൽ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തു. അമ്മ മാതാവിന് 1000 നന്ദി. ഈ ഭാരം ഇത്രയും ലൈറ്റ് വെയ്റ്റനിങ് ചെയ്തു തന്ന അമ്മ മാതാവിന് നന്ദി. 3-ാമത്തെ നിയോഗം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വന്ന് ഒരു ദിവസം പെട്ടെന്ന് ഞാനൊരു വെയിറ്റ് എടുത്ത് പോക്കുമ്പോൾ എൻ്റെ നടുവിനൊരു വിലക്കം പോലെ വരികയും എനിക്ക് പിന്നെ ഒരു 2 അടി സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. ഞാൻ 21 ഡേയ്സ് ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു 21 ഡേയ്സ് ബെഡ് റെസ്റ്റ് വേണമെന്നാണ് പറയുന്നത്. ഞാൻ 1 വീക്ക് റെസ്റ്റ് എടുത്തു. റിവ്യൂവിന് ചെന്നു, കുറയുന്നില്ല. സ്റ്റിറോയിഡ്സും പെയിൻ കില്ലേഴ്സും കൊടുത്തു, കുറയുന്നില്ല. അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അന്നൊരു ചൊവ്വാഴ്ച ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛന് മെസ്സേജ് കിട്ടുവാണ്, 31 വയസ്സുള്ള ഒരു മകളെ, ബെഡ് റെസ്റ്റിൽ നടുവേദനയുള്ളൊരു മകളെ മാതാവ് സുഖപ്പെടുത്തുന്നു എന്നായിരുന്നു ആ മെസ്സേജ്. ആ സമയത്ത് എൻ്റെ കാലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഭയങ്കരമായൊരു തണുപ്പ് അനുഭവപ്പെടുകയും പെട്ടെന്നൊരു ഷോക്ക് പോലെ ഒരു ഇതുണ്ടാവുകയും പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ പൊസിഷൻ ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ വേദന മാറുകയും ചെയ്ത്. ഇതിനമ്മയ്ക്ക് 1000 നന്ദി. 4-ാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത്, ഇടയ്ക്ക് എപ്പോഴോ വെച്ച് എൻ്റെ വിശ്വാസം എനിക്ക് കുറവ് വന്നു. ഈ പ്രോസസ്സിങ്ങിൻ്റെയൊക്കെ സമയമൊക്കെ ആയ സമയത്ത് വിശ്വാസക്കുറവുണ്ടായി. ആ സമയത്ത് ഞാനൊരു ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് സംശയ രൂപത്തിൽ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, ഈ ധ്യാനം കൂടിക്കഴിയുമ്പോൾ അച്ഛൻ എൻ്റെ പേര് വിളിക്കുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കാവുന്ന രീതിയിൽ. ആ സമയത്ത് തന്നെ അച്ഛൻ കറക്റ്റായിട്ട് എൻ്റെ പേര് വിളിച്ച് തന്നെ എന്നോട് സംസാരിച്ചു, മെസ്സേജ് തന്നു. അന്ന് മുതൽ ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 5-ാമത്തെ എൻ്റെ നിയോഗമായിരുന്നു ഉടമ്പടിയിലുള്ള ആത്മീയ വളർച്ച. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് പള്ളിയിലൊക്കെ പോകുമെങ്കിലും ഒരു ആത്മീയമായ വിശ്വാസം എന്നിലില്ല.
ഞാൻ ഒത്തിരി ഹോസ്പിറ്റൽസിലൊക്കെ പോയി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഒത്തിരിയായിട്ട് എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള ഹെൽപ്പുകളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെയാണെങ്കിൽ എനിക്ക് നല്ലൊരു ഹെയറുള്ള ആളായിരുന്നു. എല്ലാവരും എൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ഇത്രയും നല്ല ഹെയർ എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ച് എന്നിൽ ഏറ്റവും ഭംഗിയുള്ളത് എന്തോ അത് ആർക്കെങ്കിലും കൊടുക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെ ഞാൻ മാതാവിന് എൻ്റെ ഹെയർ കൊടുക്കണമെന്ന് തീരുമാനിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഞാൻ എൻ്റെ ഹെയർ ഡൊണേറ്റ് ചെയ്തു. പിന്നെ വഴിയരികിലൊക്കെയുള്ള ഒത്തിരി പേർക്ക് ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുവാനും എന്നാൽ കഴിയുന്ന വിധത്തിൽ എന്നോട് സഹായം ചോദിക്കുന്നവർക്കെല്ലാം ഒത്തിരി ഉപകാരങ്ങൾ ചെയ്യുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ആമേൻ. ഏശയ്യാ 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. നിർമ്മല ഇപ്പം നമ്മളോടൊരു ഉടമ്പടി സാക്ഷിയാണ് ഇപ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. 7 വർഷമായിട്ട് അബ്രോഡ് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു നിർമ്മല. അതുപോലെ തന്നെ എല്ലാം റിജക്ഷനായിട്ട് വരുമായിരുന്നു. ആ സമയത്ത് മാതാവ് തന്നെ ഒരു കൺട്രി വെളിപ്പെടുത്തി കൊടുത്തി, അയർലൻഡിൽ നിന്ന്. അതുപോലെ അയർലൻഡിന് വേണ്ടി പോകാൻ OET എക്സാം ഉടമ്പടി നേർച്ച വസ്തുക്കളെല്ലാം യൂസ് ചെയ്ത് പാസ്സാവുകയും അതുപോലെ തന്നെ വിസ എല്ലാം വന്ന് ടിക്കറ്റ് എല്ലാം വന്ന് റെഡിയായി ഇപ്പോൾ പോകാൻ. ആ സാക്ഷ്യത്തിലൂടെ നമുക്ക് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ സാധിച്ചു. അതുപോലെ രണ്ടാമത് നമ്മളോടിപ്പോൾ സാക്ഷ്യപ്പെടുത്തിയത് ഒരു എഡ്യൂക്കേഷൻ ലോൺ പേയ്മെൻറ്റ് ചെയ്യാതിരുന്ന കാരണം വീടിൻ്റെ ജപ്തി വരെ എത്തിയായിരുന്നു. ബട്ട് മാതാവ് ഇടപെട്ട് അതൊരു ലൈറ്റ് വെയ്റ്റിംഗ് സാക്ഷ്യം പോലെ ആക്കി അതിൻ്റെ ആ പേയ്മെൻറ്റ് ചെയ്യേണ്ടതിൻ്റെ 1/4 ഇപ്പം പേയ്മെൻറ്റ് ചെയ്ത് ആ ലോൺ അത് ക്ലോസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ മൂന്നാമത് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ഒരു ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്ത ഡിസ്ക് പ്രൊലാപ്സ് ആയിട്ടാണ്. പക്ഷേ അവർ 21 ഡേയ്സ് റെസ്റ്റ് ചെയ്തിട്ടും മെഡിസിൻസ് എല്ലാം കഴിച്ചിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ആ സമയങ്ങളിലെല്ലാം കൂടുന്നുണ്ടായിരുന്നു നിർമ്മല. ആ സമയത്ത് അച്ഛനൊരു മെസ്സേജ് കൊടുത്തു. ആ മെസ്സേജ് നിർമ്മലയ്ക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്തു. ആ നിമിഷം തന്നെ കംപ്ലീറ്റ് ഹീലിംഗ് നൽകി മാതാവ് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് നന്ദി പറയാം.